എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ അമ്മയുടെ ദീർഘനാളത്തെ തപസ്യയുടെ ഫലമായി രൂപം കൊണ്ട കാവ്യകേളി പുസ്തകത്തിന്റെ പ്രകാശനത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നവരെല്ലാം തന്നെ പ്രസിദ്ധരാണ്, പ്രഗത്ഭരാണ്. അവരിൽ ഗുരുക്കന്മാരായ കവികളുണ്ട്, കളരി ഗുരുനാഥന്മാരുണ്ട്, അമ്മയുടെ പ്രിയ സുഹൃത്തുക്കളും ശിഷ്യന്മാരും കുടുംബാംഗങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോരുത്തരെയും പേര് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നില്ല. അമ്മ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് അമ്മയുടെ സന്തോഷത്തിന് വേണ്ടിയാണെന്നാണ് ഞങ്ങൾ കരുതുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ അത് ധാരാളം കുട്ടികൾക്ക് പ്രയോജനകരമായി തീരുന്നു. അമ്മയുടെ ബലമായി അല്ലെങ്കിൽ പ്രചോദനമായി അച്ഛനും ഞങ്ങൾ മക്കളും കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ശിഷ്യരും ഒക്കെ ഉള്ളതാണ് അമ്മയുടെ ബലം. അങ്ങനെ അമ്മയ്ക്ക് പ്രചോദനമായി നിലകൊള്ളുന്ന എല്ലാവരെയും കൂരാപ്പള്ളി എന്ന വലിയ കുടുംബത്തിന്റെ പ്രതിനിധി എന്ന നിലയിൽ ഞാൻ ഏറെ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. സരസമ്മ ടീച്ചർ പുതിയൊരു കാവ്യകേളി സമാഹാരം തയ്യാറാക്കുന്ന വിവരം എന്നോട് പറഞ്ഞു. അത്തരം ഒരു പുസ്തകത്തിന് കേരളത്തിൽ തീർച്ചയായിട്ടും നല്ല പ്രചാരം കിട്ടും. സ്കൂൾ യുവജനോത്സവത്തിലും യൂണിവേഴ്സിറ്റി കലോത്സവങ്ങളിലും മാത്രമല്ല, സാധാരണ അക്ഷരശ്ലോക സദസ്സുകളിലുമൊക്കെ ഇപ്പോൾ ശ്ലോകത്തോടൊപ്പം കാവ്യകേളിയും ചൊല്ലിപ്പോരുന്നുണ്ട്. വൈലോപ്പിള്ളി മാഷാണ് സംസ്കൃത വൃത്തത്തിലുള്ള കവിതകൾ മാത്രം പോരാ, മലയാള വൃത്തത്തിലുള്ള എഴുത്തച്ഛനും കുഞ്ചൻ നമ്പ്യാരും ചെറുശ്ശേരി നമ്പൂതിരിയൊക്കെ ഉൾപ്പെട്ട നമ്മുടെ എഴുത്തിൻ്റെ അച്ഛന്മാരായ അല്ലെങ്കിൽ ആചാര്യന്മാരായ ആളുകളുടെ കവിതകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ആലാപന സൗകര്യം ഉണ്ടാക്കണം എന്ന് ആദ്യമായിട്ട് നിർദ്ദേശിച്ചത്. അത് വേഗത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് പ്രാവർത്തികമാക്കുകയും അതിന് മത്സരങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തു. ഇപ്പോൾ അത്തരമൊരു പുസ്തകം തയ്യാറാക്കാൻ എല്ലാം കൊണ്ടും യോഗ്യത തികഞ്ഞ ആളാണ് സരസമ്മ ടീച്ചർ. സാഹിത്യ പരിചയവും പ്രയോഗപരിചയവും അധ്യാപന പരിചയം കൊണ്ട് എല്ലാ തരത്തിലും പുതിയൊരു കാവ്യകേളി ഗ്രന്ഥം തയ്യാറാക്കാൻ ടീച്ചറോളം അർഹതയുള്ള മറ്റൊരാളും ഇപ്പോൾ കേരളത്തിന് ഇല്ല. രണ്ട് കാവ്യകേളി സമാഹാരങ്ങൾ ഇപ്പോഴുണ്ട് കേരളത്തിൽ. അവയ്ക്ക് വേണ്ടത്ര പ്രചാരവും കിട്ടിയിട്ടുണ്ട്. എന്നാലും അതോടുകൂടി കാര്യം തീരുന്നില്ല. ഇനിയും പുതിയ പുതിയ പുസ്തകങ്ങൾ ഉണ്ടായാലേ നമ്മുടെ കാവ്യശാഖയിലെ മറ്റനേകം പ്രമാണപ്പെട്ട മനോഹരങ്ങളായ കവിതകൾ ചൊല്ലിത്തീരുകയുള്ളൂ. തീരാത്ത അത്ര അധികം പുതിയ പുതിയ കവിതകൾ വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു. കവിത വൃത്തമില്ലായ്മയിലേക്ക് വഴുതി പോയിട്ടുണ്ടെങ്കിലും വൃത്തമുള്ള കവിതകൾ എഴുതാൻ കവികൾക്ക് പ്രേരണ നൽകാനും ആസ്വാദകർക്ക് പഠിക്കാൻ വേണ്ട ഉത്സാഹം നൽകാനും കാവ്യകേളി പോലെ ഉതകുന്ന മറ്റൊരു സാഹിത്യ പ്രവർത്തനം ഇല്ല. ഒരു പക്ഷേ ശ്ലോകത്തേക്കാൾ കൂടുതൽ ജനകീയമാകാൻ അതിന് സാധ്യതയുണ്ട്. കാരണം സംസ്കൃത പദങ്ങളും ദുർഘടങ്ങളായ നീണ്ട സമസ്തപദങ്ങളും അർത്ഥം മനസ്സിലാക്കാത്ത കുടുക്കുവിദ്യകളും ഒന്നും സാധാരണ കാവ്യകേളിയിലില്ല. സാമാന്യ വായനക്കാർക്ക് തന്നെ വായിച്ചു മനസ്സിലാക്കാനും കേട്ട് ആസ്വദിക്കാനും പറ്റിയ ഏറ്റവും നല്ല കലയാണ് കാവ്യകേളി. ടീച്ചറുടെ ഈ പ്രയത്നത്തിന്, നിസ്വാർത്ഥമായ ഈ സാഹിത്യ സേവനത്തിന് തീർച്ചയായും ഒരു എളിയ കാവ്യകേളി പ്രവർത്തകൻ എന്നുള്ള നിലയിൽ എൻ്റെ എല്ലാ ആശംസകളും ഞാൻ നേരുന്നു. അക്ഷരശ്ലോക രംഗത്തും കാവ്യകേളി രംഗത്തും കവിതാപാരായണ രംഗത്തും സരസമ്മ ടീച്ചർ കാണിക്കുന്ന താല്പര്യം പ്രശംസനീയമാണ്. അവർക്ക് ഈ രംഗത്ത് എല്ലാവിധ വിജയങ്ങളും ഞാൻ ആശംസിക്കുകയാണ്. അവരുടെ സേവനം ഒരിക്കലും പാഴായിപ്പോവുകയില്ല. മലയാളികളുടെ ഭാവി തലമുറ എക്കാലവും അവരെ സ്മരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആ കവിതകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഏതാനും ചില കാവ്യഖണ്ഡങ്ങളെയാണ് ഒരു സമാഹാര രൂപത്തിൽ സരസമ്മ ടീച്ചർ ഇവിടെ അവതരിപ്പിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ലോകത്തുള്ള മറ്റേതൊരു ഭാഷയിലെയും കവികളോട് കിടപിടിക്കത്തക്ക തരത്തിൽ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള
ഒട്ടേറെ കവികൾ നമ്മുടെ മലയാള ഭാഷയിൽ ഉണ്ടായിട്ടുണ്ട്. അവരുടെ കവിതകൾ പാടുവാനും ചൊല്ലുവാനും അനന്തര തലമുറകൾക്ക് അത് പകർന്നു കൊടുക്കുവാനുമുള്ള ഒരു മഹത്തായ യജ്ഞമാണ് സരസമ്മ ടീച്ചർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ എത്രയെത്ര കവികളാണ് ഈ കാലയളവിൽ വിസ്മൃതരായി പോയിട്ടുള്ളത്. അവരെ ആരും അങ്ങനെ വിസ്മൃതിയുടെ പടുകുഴിയിലേക്ക് തള്ളിവിടാതെ നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ യുവതലമുറയ്ക്കും മറ്റെല്ലാവർക്കും എപ്പോഴും ഓർമ്മിക്കുവാൻ കഴിയുന്ന ഒട്ടേറെ ഭാവനാസമ്പന്നമായ കവിതകളാണ് അവർ രചിച്ചിരുന്നത് എന്നുള്ള കാര്യം സരസമ്മ ടീച്ചറിൻ്റെ ഈ സമാഹാരത്തിലെ കവിതകൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനും കഴിയും. ഇതിനുവേണ്ടി സരസമ്മ ടീച്ചർ പ്രദർശിപ്പിക്കുന്ന ധീരതയും കർമ്മ കുശലതയും അഭിനന്ദനീയമാണ്. എത്രയോ ദിനരാത്രങ്ങളാണ് ഇതിനുവേണ്ടി അവർ ചെലവഴിക്കുന്നത്. അതിൻ്റെ പിന്നിൽ അവരുടെ കുടുംബാംഗങ്ങളെല്ലാം ഒത്ത് അണിചേർന്നുകൊണ്ടുള്ള പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത്. നമ്മുടെ നാട്ടിൽ കവിത ചൊല്ലുവാൻ താല്പര്യമുള്ള, കവിത ചൊല്ലുവാൻ വാസനയുള്ള കുട്ടികളെയും ചെറുപ്പക്കാരെയും യുവതികളെയും എല്ലാം കണ്ടുപിടിച്ച് അവർക്ക് കവിത ചൊല്ലിക്കൊടുക്കുന്നു. കവിത ചൊല്ലുന്നതിൽ അവർക്ക് പറ്റുന്ന തെറ്റുകുറ്റങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. വളരെ ശുദ്ധമായ ഭാഷയിൽ വ്യക്തതയോടുകൂടി ഭാവസാന്ദ്രതയോടുകൂടി കവിതകൾ ചൊല്ലുവാനും അവതരിപ്പിക്കുവാനും പ്രാപ്തരായ ഒരു വലിയ നിരയെ തന്നെയാണ് സരസമ്മ ടീച്ചർ അണിനിരത്തിയിട്ടുള്ളത്. കൈരളി TV-യിലെ മാമ്പഴം പരിപാടിയിലൂടെ കവിതകൾ കേൾക്കുവാനും ശ്രദ്ധിക്കുവാനും താല്പര്യമുള്ള ഒരു തലമുറയെ സൃഷ്ടിക്കുന്നതിൽ അതിൻ്റെ ഭാരവാഹികൾ വിജയിച്ചുവെങ്കിൽ അവരെ വീണ്ടും മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതിനും സംഘടിപ്പിക്കുന്നതിനും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നതിനും ശ്രമം നടത്തുന്നത് ഇന്ന് സരസമ്മ ടീച്ചറാണ് എന്നുള്ളത് അഭിമാനകരമായ കാര്യമാണ്. അവർക്ക് എല്ലാവിധ ഭാവുകങ്ങളും ഞാൻ ആശംസിക്കുന്നു. അവർ ചെയ്യുന്ന മഹത്തായ ഈ സേവനം ഒരിക്കലും പാഴായി പോവുകയില്ല. മലയാളികളുടെ അടുത്ത അനന്തര തലമുറകൾ എന്നും അവരെ നന്ദിപൂർവ്വം സ്മരിക്കുകയും ചെയ്യും. ആദരണീയരായ കവിശ്രേഷ്ഠരെ, മാന്യ സുഹൃത്തുക്കളെ, പ്രിയ കുടുംബാംഗങ്ങളെ, നമസ്കാരം. എൻ്റെ സഹധർമ്മിണി, അതായത് നിങ്ങളുടെ സരസമ്മ ടീച്ചർ കാവ്യകേളി പരിശീലനാർത്ഥം തയ്യാറാക്കിയ ഗ്രന്ഥം ഇവിടെ പ്രകാശനം ചെയ്യപ്പെടുകയാണ്. വളരെക്കാലത്തെ പരിശ്രമം ഈ ഉദ്യമത്തിന് പിന്നിലുണ്ടെന്ന് അതിന് ഞാൻ തന്നെ നേർസാക്ഷി. സർവീസിലിരുന്ന കാലം മുതൽ കുട്ടികളെ അക്ഷരശ്ലോകവും കാവ്യകേളിയും പരിശീലിപ്പിക്കുന്ന ജോലി കക്ഷി ഇന്നും പൂർവാധികം ഉത്സാഹത്തോടെ തുടർന്നു വരുന്നു എന്നതാണ് സത്യം. ഈ നിഷ്കാമകർമ്മത്തിലൂടെ ലഭിക്കുന്ന അളവറ്റ ആനന്ദം മാത്രമാണ് അവരെ മുന്നോട്ട് നയിക്കുന്നത്. ഈ പ്രക്രിയയ്ക്ക് നേരമോ കാലമോ നോക്കാറേയില്ല. വീട്ടിലുള്ള ഞങ്ങൾ ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴും പഠനവും പഠിപ്പിക്കലും നിർബാധം നടക്കുന്നുണ്ടാവും. മൊബൈൽ ഫോണിൻ്റെ സഹായമുള്ളതിനാൽ സാക്ഷാൽ കോവിഡിന് പോലും ഈ സബരിയെ തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ പ്രകാശനം ചെയ്യപ്പെടുന്ന ഗ്രന്ഥത്തിന് മുൻഗാമികളായി ദേശം സാറും SK വസന്തൻ സാറും ചേർന്ന് തയ്യാറാക്കിയ കൃതിയും കൈരളി അക്ഷരശ്ലോക സമിതിയുടെ ആചാര്യൻ വിശ്വനാഥൻ സാറും ശിഷ്യ സൗമ്യ താമരശ്ശേരിയും ചേർന്ന് പ്രസിദ്ധീകരിച്ച ഗ്രന്ഥവും ഈ ശ്രേണിയിൽപ്പെട്ട ശ്രേഷ്ഠകൃതികൾ തന്നെ. എന്നാൽ ആ കൃതികളിൽ പരാമൃഷ്ടമായ കാവ്യഖണ്ഡങ്ങളെ പ്രായേണ ഉപേക്ഷിച്ച് ആധുനിക കാലത്തെ പ്രസിദ്ധരായ പല കവികളുടെയും കവിതാഭാഗങ്ങൾ കൂടി ഇതിൽ ചേർക്കുവാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. കാവ്യകേളിക്ക് മുൻകാലങ്ങളിലുണ്ടായിരുന്ന അവസ്ഥ ഇത്തരണത്തിൽ ഞാൻ ഓർത്തുപോകുന്നു. സ്കൂൾ യുവജനോത്സവങ്ങളിൽ കാവ്യകേളി ഒരു ഇനമായി തുടങ്ങിയ കാലം മുതൽ വർഷങ്ങളോളം ഈ ഇനത്തിൽ വിധികർത്താക്കളായി ഞങ്ങൾക്ക് പോകേണ്ടി വന്നിട്ടുണ്ട്. കാവ്യകേളി എന്തെന്നോ അതിൻ്റെ നിയമങ്ങൾ എന്തെന്നോ അറിയാതെ ചില സ്കൂളുകൾ കുട്ടികളെ മത്സരത്തിൽ പങ്കെടുപ്പിച്ചിരുന്നു. പങ്കെടുക്കാൻ തന്നെ 2-3 കുട്ടികളെ കാണും. ഊമരിൽ കൊഞ്ഞൻ സർവജ്ഞൻ എന്ന ന്യായേന അതിലൊരാളെ 1-ാം സ്ഥാനത്ത് വയ്ക്കും. ആ വഴി സ്കൂളിന് 5 പോയിൻ്റ് സൂത്രത്തിൽ കിട്ടുകയും ചെയ്യുന്നു.
ഇതിനൊരു അപവാദമായി സംസ്ഥാന യുവജനോത്സവത്തിൽ അഷ്ടമിച്ചിറ അച്യുതൻ മാസ്റ്റർ തയ്യാറാക്കി കൊണ്ടുവന്നിരുന്ന കുട്ടികൾ തികച്ചും ഭിന്ന നിലയിലായിരുന്നു എന്ന കാര്യം പ്രത്യേകം പ്രസ്താവ്യമാണ്. ശ്ലോകക്കളരി ഗുരുക്കന്മാരുടെയും കവിതാസ്നേഹികളുടെയും ശ്രമഫലമായി കാവ്യകേളിയുടെ നിലവാരം ഇന്ന് വളരെ മെച്ചപ്പെട്ടിട്ടുണ്ട്. ഭാഷാകവിതയെ സ്നേഹിക്കുന്നവർക്കും കവിതാഖണ്ഡങ്ങൾ തിരഞ്ഞെടുത്ത് കുട്ടികളെ പരിശീലിപ്പിക്കുവാൻ ശ്രമിക്കുന്നവർക്കും ഈ ഗ്രന്ഥം ഒരു വഴികാട്ടിയായിരിക്കുമെന്നതിൽ സംശയമില്ല. ഈ ഉള്ളവൻ്റെ വീട് പോലെ ഭാവിയിൽ കുട്ടികൾ ഉൾച്ചേർന്ന സകല മലയാളി ഭവനങ്ങളും സദാ കവിതാമയമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ഗ്രന്ഥത്തിന് സകലവിധ ഭാവുകങ്ങളും നേരുന്നു. നന്ദി. സരസമ്മ കെ നായർ എന്ന ഞങ്ങളുടെ സരസമ്മ ടീച്ചർ മലയാളത്തിലെ കാവ്യ പരിശീലകരിൽ ഒന്നാം സ്ഥാനത്തുള്ള ആളാണ്. കവിത പഠിപ്പിക്കുന്ന ഒരു വലിയ ഗുരുനാഥയാണ്. 1979 മുതൽ അനേകം കുട്ടികളെ സരസമ്മ ടീച്ചർ കാവ്യകേളി പഠിപ്പിച്ചു. കാവ്യകേളി പഠിപ്പിക്കുക എന്നത് വളരെ ശ്രമകരമായൊരു കാര്യമാണ്. കാരണം ആദ്യം കാവ്യകേളിക്ക് പറ്റുന്ന ഒരു കാവ്യഖണ്ഡം കണ്ടെത്തണം. മുക്തക രൂപത്തിൽ 8 വരി ഏതാണ്ട് ഒരു പൂർണ്ണ ആശയ സ്വഭാവത്തിൽ മലയാള വൃത്തത്തിൽ ദ്രാവിഡ വൃത്തത്തിൽ എഴുതപ്പെട്ടതായിരിക്കണം. അങ്ങനെ കവിതകൾ തിരഞ്ഞെടുത്ത് അത് അർത്ഥശുദ്ധിയോടുകൂടി അർത്ഥശില്പത്തെ പൊലിപ്പിച്ചെടുത്ത് നല്ല ഉച്ചാരണശുദ്ധിയോടുകൂടി ഭാവത്തെ കൂടുതൽ മിഴിവോടുകൂടി അവതരിപ്പിക്കുന്ന വിധത്തിൽ കുട്ടികളെ കൊണ്ട് ചൊല്ലിച്ച് പരിശീലിപ്പിച്ച് സമ്മാനം നേടിക്കൊടുക്കൽ ഒരു ജീവിത വ്രതമാക്കി സരസമ്മ ടീച്ചർ കൊണ്ടുനടന്നു. അനേക വർഷങ്ങൾ അവരൊന്നും ആഗ്രഹിച്ചല്ല ഇത് ചെയ്തത്. തൻ്റെ മക്കളെ പഠിപ്പിച്ചു, പിന്നെ മക്കളുടെ കൂട്ടുകാരെ പഠിപ്പിച്ചു, പിന്നെ കാവ്യകേളിക്ക് അന്വേഷിച്ച് വന്നവരെ കേരളത്തിലുടനീളമുള്ള കുട്ടികളെ പഠിപ്പിച്ചു. അങ്ങനെ എത്രയോ കുട്ടികൾ സംസ്ഥാന യുവജനോത്സവത്തിൽ കാവ്യകേളിക്ക് ടീച്ചറുടെ ശിഷ്യകളും ശിഷ്യന്മാരും 1ാം സമ്മാനം നേടി. ആ കാലത്താണ് ഞങ്ങൾ മാമ്പഴം ആരംഭിച്ചത്. എനിക്ക് സരസമ്മ ടീച്ചറുമായിട്ടുള്ള ബന്ധം തുടങ്ങുന്നത് മാമ്പഴത്തിൻ്റെ തുടക്കത്തോടു കൂടിയാണ്. 10 സീസണിൽ ഞങ്ങൾ ഏതാണ്ട് 700ഓളം എപ്പിസോഡുകളിലായി മലയാള കവിതയുടെ ആലാപനത്തിന് വേണ്ടി ഒരു സ്ഥിരം പരിപാടി കൈരളി TV-യിൽ അവതരിപ്പിച്ചിരുന്നു. മാമ്പഴം കണ്ടിട്ടുള്ളവരായിരിക്കും മിക്കവാറും മലയാളികൾ. അന്ന് ആ കുട്ടികളെ പരിശീലിപ്പിക്കാൻ കേരളത്തിലുടനീളം കുറേ ഗുരുക്കന്മാരുണ്ടായി. അതിലെ പ്രധാനപ്പെട്ട ഗുരുനാഥയാണ് സരസമ്മ ടീച്ചർ. ഈ 10 സീസണിലും സരസമ്മ ടീച്ചറുടെ കുട്ടികളുണ്ടായിരുന്നു. ആദ്യത്തെ സീസണിൽ 1ാം സമ്മാനം നേടിയ ലക്ഷ്മിദാസ് തൊട്ട് ലക്ഷ്മിദാസ്, ഷർമിള മോഹൻ, ശാരിക, അമൃതരാജ്, കൃത്തിക, അക്ഷയ് ഷാജി, കുറേ കുട്ടികൾ എനിക്ക് ഓർമ്മയുണ്ട്. ഇവരൊക്കെ കവിത പഠിപ്പിച്ച് തെറ്റുകൂടാതെ ഉച്ചാരണ ഭംഗിയോടുകൂടി ഭാവത്തിൻ്റെ സൗന്ദര്യത്തെ കൂടുതൽ മികവുറ്റതാക്കി അർത്ഥശില്പം വികസിപ്പിച്ച് ഒരു സവിശേഷമായ കാവ്യാലാപന സംസ്കാരം സരസമ്മ ടീച്ചർ ഉണ്ടാക്കിയെടുത്തു. ടീച്ചറെക്കുറിച്ച് പറയാറുള്ളത് പിറന്നപ്പോൾ തന്നെ കവിത പാടാൻ തുടങ്ങിയെന്നാണ്. അത്രമേൽ കവിതയോട് പ്രതിബദ്ധതയുള്ള ഒരു കാവ്യ ഗുരുനാഥയാണ് സരസമ്മ ടീച്ചർ. പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ടീച്ചറുടെ സമർപ്പണം, കുട്ടികളെ അത്രമേൽ കരുതലോടുകൂടിയാണ് ടീച്ചർ പഠിപ്പിക്കുന്നത്. ടീച്ചർക്ക് അതുകൊണ്ട് നഷ്ടം മാത്രമാണ്, സമയനഷ്ടം, സാമ്പത്തിക നഷ്ടമൊക്കെ ഉണ്ട്. എന്നിട്ടും എത്രയോ കുട്ടികളെ പഠിപ്പിച്ചു. ആ കുട്ടികളൊക്കെ ഒരു കാലത്തും മറക്കാത്ത ഗുരുവായിട്ട് സരസമ്മ ടീച്ചർ കൊണ്ടു നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞത് സരസമ്മ ടീച്ചർ കാവ്യകേളിക്കായി ഒരു പുസ്തകം പ്രകാശനം ചെയ്യുകയാണ്. ഏതാണ്ട് 200ഓളം പേജുണ്ട്. മിക്കവാറും മലയാളത്തിലെ പ്രഗത്ഭരായ കവികളുടെ മുഴുവൻ കവിതകൾ ഈ കാവ്യകേളിക്ക് പറ്റുന്ന ദ്രാവിഡ വൃത്തത്തിലുള്ള ഏതാണ്ട് 8 വരി, ഒരു മുക്തകം പോലെ ആശയപൂർണ്ണതയുള്ള 8 വരികൾ, അത് എല്ലാ കവികളുടെയും ഉണ്ട്. ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ ഉണ്ട്, ഇടപ്പള്ളിയുടെ ഉണ്ട്, ജി ശങ്കരക്കുറുപ്പിൻ്റെ, വൈലോപ്പിള്ളിയുടെ, ONV-യുടെ, വയലാറിൻ്റെ, സുഗതകുമാരിയുടെ തുടങ്ങി അതിപ്രശസ്തരായ കവികൾ തൊട്ട് അപ്രശസ്തരായ കവികൾ വരെയുള്ള എല്ലാ കാവ്യധാരകളിൽ നിന്നും തിരഞ്ഞെടുത്ത ധാരാളം കാവ്യകേളിക്ക് പാകമായ കാവ്യഖണ്ഡങ്ങളാണ് ഇതിലുള്ളത്. കാവ്യകേളിക്ക് റെഫറൻസായി ഉപയോഗിക്കാൻ നമുക്ക് കൃതികൾ കുറവാണ്. നേരത്തെ പാലാ കൈരളി ശ്ലോകരംഗത്തിൻ്റെ ജീവാത്മാവും പരമാത്മാവുമായ വിശ്വനാഥൻ നായർ ഒരു കാവ്യകേളി പുസ്തകം സമാഹരിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ തലമുതിർന്ന കവിയായ NK ദേശവും കാവ്യനിരൂപകനും പണ്ഡിതനുമായ SK വസന്തൻ മാഷും ചേർന്ന് കാവ്യകേളിക്കൊരു മറ്റൊരു പുസ്തകവും സമാഹരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിലുള്ള ഈ മലരണിക്കാടുകളും കനകച്ചിലങ്ക കിലുങ്ങിയൊക്കെ പോലുള്ള പ്രശസ്തങ്ങളായ കാവ്യഖണ്ഡങ്ങൾ ടീച്ചർ ഇതിൽ ഉപേക്ഷിച്ചിട്ടുണ്ട്, അതിൽ ചേർത്തിട്ടില്ല.
പകരം വളരെ അപൂർവമായ കാവ്യഖണ്ഡങ്ങളാണ്. അത് നേരത്തെ പറഞ്ഞല്ലോ, വളരെ പ്രശസ്തരായ ആളുകളുടെ ഒട്ടുമിക്കവാറും പ്രശസ്തരുടെ മുഴുവൻ കാവ്യഖണ്ഡങ്ങൾ അത് തിരഞ്ഞെടുക്കുക എന്നുള്ളത് അത്ര ശ്രമകരമായൊരു ജോലിയാണ്. ടീച്ചർ 79 മുതൽ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി തൻ്റെ നോട്ട് പുസ്തകത്തിൽ എഴുതി വച്ചിരുന്ന കാവ്യഖണ്ഡങ്ങളിൽ നിന്നാണ് ഇത് സമാഹരിച്ചിരിക്കുന്നത്. അങ്ങനെ തിരഞ്ഞെടുത്ത് എന്നേക്കുമായി കാവ്യകേളി പരിശീലിക്കുന്ന കുട്ടികൾക്ക് ഒരു റെഫറൻസ് പുസ്തകമായി ഒരു മികച്ച പുസ്തകം എനിക്ക് ഉറപ്പിച്ച് പറയാം. ഇതിൽ കാവ്യകേളിക്ക് വേണ്ടതെല്ലാം ഉണ്ട്. മറ്റ് 2 പുസ്തകങ്ങളോടുള്ള ആദരം പ്രകടിപ്പിച്ചുകൊണ്ടാണ് അതിലുള്ള പ്രഖ്യാതങ്ങളായ കാവ്യഖണ്ഡങ്ങൾ ടീച്ചർ ഉപയോഗിക്കാതിരുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭാഷയുടെ സൗന്ദര്യം ആഴത്തിൽ അറിഞ്ഞ ഒരു അധ്യാപികയാണ്. അധ്യാപിക എന്നല്ല ഞാൻ സരസമ്മ ടീച്ചറെ വിളിക്കുക, ഗുരു എന്നാണ്. ഞാനും ഒരു ഗുരുസ്ഥാനിയായിട്ടാണ് ടീച്ചറെ കാണുന്നത്. അത്രമേൽ സമർപ്പിത മനസ്കയാണ് ടീച്ചർ. ഭാഷയോടുള്ള കവിതയോടുള്ള പ്രതിബദ്ധത അവർ ജീവിതത്തിലുടനീളം പാലിച്ചു പോന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു കവിതാരാമം എന്ന പേരിൽ യൂട്യൂബിൽ കവിതകൾ കുട്ടികളെ കൊണ്ട് പാടിച്ച് വളരെ പ്രശസ്തങ്ങളായ കവിതകൾ ഒരു യൂട്യൂബറായിട്ടും ടീച്ചർ മാറി. ആ യൂട്യൂബ് വളരെ പ്രശസ്തമാണ്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യക്ക് പുറത്തുമുള്ള കാവ്യാസ്വാദകർ ആശ്രയിക്കുന്ന ഒരു യൂട്യൂബ് ചാനലാണ് ടീച്ചറുടെ കവിതാരാമം. അതിലും ധാരാളം കുട്ടികളെ കൊണ്ട് ടീച്ചർ കവിത ആലപിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കവിത കളരി അവിടെ നടത്തുന്നുണ്ട്. ഒരു കാര്യം ഞാൻ വളരെ അഭിമാനത്തോടു കൂടി പറയും, ടീച്ചറെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നതിൽ ഒരു രക്ഷാകർത്താവായിട്ട് ഒരാൾ ആ വീട്ടിൽ തന്നെ ഉണ്ട്. അത് കേശവൻ സാറാണ്, ടീച്ചറുടെ ഭർത്താവ്. അങ്ങനെയല്ല ഞാൻ പറയുക, കേശവൻ സാർ ഗ്രാമീണ പദങ്ങൾ, ഒരു ഗ്രാമീണ പദ നിഘണ്ടു ഉണ്ടാക്കിയ ആളാണ്. വളരെ ശ്രമപ്പെട്ട് ഭാഷയുടെ വലിയ ആരാധകനാണ്, ഭാഷാ പണ്ഡിതനാണ്. ഈ ദമ്പതിമാർ മലയാള ഭാഷയ്ക്ക് നൽകിയ സേവനങ്ങൾ എത്രയോ ആദരിക്കപ്പെടേണ്ടതാണ്. പിന്നെ മാസ്റ്റർ മക്കളും മാസ്റ്റർ ടീച്ചറുടെ മക്കളും ഇതിനോട് വളരെ കടപ്പാടുള്ളവരും കമ്മിറ്റ്മെൻ്റ് ഉള്ളവരുമാണ്. അതുകൊണ്ട് ഈ കാവ്യകേളി എന്നത് എന്നേക്കുമായി മലയാള കാവ്യസാഹിത്യത്തിനൊരു മുതൽക്കൂട്ടാണ്. ഇതിൽ ഇല്ലാത്തതൊന്നുമില്ല എന്ന് വേണം നമുക്ക് പറയാം. ഇല്ലാത്തത് നേരത്തെ 2 കാവ്യകേളി പുസ്തകങ്ങൾ വന്നതാണ്. അത് മുഴുവൻ ടീച്ചർ എടുത്തിട്ടില്ല. ഞാനത് മുഴുവൻ ഓടിച്ചു നോക്കി. കാരണം പുസ്തക രൂപത്തിൽ വരുന്നേ ഉള്ളൂ. അതിൻ്റെ PDF ഫയൽ മുഴുവൻ ഞാൻ ഓടിച്ചു നോക്കി. നല്ല കവിതകൾ, എനിക്ക് തന്നെ കിട്ടാതെ പോയ ചില കാവ്യഘട്ടങ്ങൾ അതിൽ കണ്ടു. ബാലേന്ദുവിനെ പോലെയൊന്നും അറിയപ്പെടാതെ പോയ ആളുകളുടെ കവിത വരെ അതിൽ ചേർത്തിട്ടുണ്ട്. ടീച്ചറെ പോലെ കവിതയ്ക്കും ഭാഷയ്ക്കും വേണ്ടി ജീവിതം സമർപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഇത്തരം സത്യസന്ധരായ ആളുകൾ ആദരിക്കപ്പെടേണ്ടതുണ്ട്. എനിക്ക് തോന്നുന്നു ധാരാളം ശിഷ്യരുണ്ട് ടീച്ചർക്ക്. അവരൊക്കെ ഈ പുസ്തകം വാങ്ങിയാൽ തന്നെ ഈ പുസ്തകം കേരളത്തിലെ ഒരു ചരിത്രമായി തീരും. ഞാൻ ഒറ്റ കാര്യമേ ശുപാർശ ചെയ്യുന്നുള്ളൂ. ഈ പുസ്തകം പ്രകാശിപ്പിക്കാൻ വിർച്വലായിട്ടേ ഇപ്പോൾ അവസരമുള്ളൂ. നമുക്ക് ആ പുസ്തകം വേറെ ആൾക്ക് കൊടുത്തുകൊണ്ട് ചെയ്യാനുള്ള സാധ്യതയില്ല. പുസ്തകം അവിടെ ടീച്ചർ ഉയർത്തി കാണിക്കും. ഞാൻ എന്നോട് പറഞ്ഞു തീർന്നു ഔപചാരികമായിട്ട് പ്രകാശിപ്പിക്കണമെന്നാണ്. ഞാൻ എല്ലാവരോടും അപേക്ഷിക്കുന്നത് ഒന്നാണ്, ഈ പുസ്തകം നിങ്ങൾ വീട്ടിൽ വാങ്ങി സൂക്ഷിക്കണം. നിങ്ങൾക്കും മക്കൾക്കും മക്കളുടെ മക്കൾക്കും കവിതയെയും ഭാഷയെയും സ്നേഹിക്കുന്നവർക്ക് എന്നും വീട്ടിലൊരു മുതൽക്കൂട്ടായിത്തീരുന്ന പുസ്തകമാണ് ഇത്. എനിക്കൊറ്റ അപേക്ഷയുള്ളത്, ഈ പുസ്തകം വാങ്ങി വായിക്കുന്നതിലൂടെ നിങ്ങൾ മലയാള കവിതയെ ധന്യരാക്കും. മലയാള കവിതയ്ക്ക് വേണ്ടി, ഭാഷയ്ക്ക് വേണ്ടി സമർപ്പിത മനസ്കയായി, ഗുരുവായി, ഗു എന്ന ശബ്ദം ഇരുട്ടിനെ സൂചിപ്പിക്കുന്നു. രു തന്നിരോധക ശബ്ദമാകയാൽ ഇരുട്ട് നീക്കി വെളിച്ചം പകരുന്ന ഗുരു, കാവ്യാമൃതം. കവിത കേട്ട് മരിക്കുന്ന സംസ്കാരമുള്ള ജനതയാണ് മലയാളികൾ. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ രാമായണം കേട്ടാണ് തലമുറകൾ മരിച്ചത്. മരിക്കുമ്പോൾ രാമായണം കേൾപ്പിക്കും. കവിതയാണത്. ഇപ്പോൾ കവിത കേട്ട് മരിക്കാനുള്ള കാഞ്ഞിരക്കയ്പിനെ പോലും കവിതയാക്കിയ അമൃതവരം തന്ന തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എന്ന ഭാഷാപിതാവിൻ്റെ പാരമ്പര്യം തൊട്ട് ഏറ്റവും പുതിയ തലമുറയിലെ വൃത്തത്തിലെഴുതുന്ന, ഈ കാവ്യകളിക്ക് പറ്റുന്ന വൃത്തത്തിലെഴുതുന്ന എല്ലാ കവിതകളും ചേറിക്കൊഴിച്ചാണ് ഈ വിശിഷ്ട കാവ്യകേളി പുസ്തകം ടീച്ചർ തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് പ്രസിദ്ധീകരിച്ച സാഹിത്യമഞ്ജരി പബ്ലിക്കേഷൻസ് ആണെന്ന് തോന്നുന്നു. ആ പബ്ലിക്കേഷൻസിനോടും ടീച്ചറോടും കേശവൻ സാറിനോടും ടീച്ചറിൻ്റെ കുടുംബത്തോടും ശിഷ്യരോടും മലയാള ഭാഷയ്ക്ക് തീർത്താൽ തീരാത്ത കടപ്പാടുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഗുരുസ്ഥാനീയനായ ദേശം സാറ് ഇതിനു മുമ്പ് സംസാരിച്ചു. അവരുടെ എല്ലാം അനുഗ്രഹത്തോടുകൂടി ടീച്ചറുടെ ഈ കാവ്യകേളി പുസ്തകം വളരെ വിനയത്തോടുകൂടി ഞാനിതാ ഔപചാരികമായി പ്രകാശനം ചെയ്യുന്നു. ഞാൻ ഗായത്രി, സംയുക്ത. ഞങ്ങൾ സരസമ്മ ടീച്ചറിന്റെ കളരിയിലെ കുട്ടികളാണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗുരുനാഥയായ സരസമ്മ ടീച്ചർ സമാഹരിച്ച കാവ്യഖണ്ഡങ്ങളുടെ പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിക്കുന്ന ഈ വേളയിൽ ഈ പുസ്തകത്തിലെ ആദ്യത്തെ കവിത ഇവിടെ ഞാൻ ചൊല്ലുന്നതാണ്. അതിനുശേഷം അതിലെ 5-ാമത്തെ വരിയിലെ ആദ്യത്തെ അക്ഷരം കൊണ്ടുള്ള കവിത സംയുക്ത ഇവിടെ ചൊല്ലുന്നതാണ്.
അന്നു പാടിയ പാട്ടുകൾ പാടുവാനന്നു ചൊല്ലിയ നർമ്മങ്ങൾ ചൊല്ലുവാൻ അന്നു തൂകിയ പുഞ്ചിരി തൂകാനുമിന്നെനിക്കു പടുത്വമില്ലോ മനെ. ഇന്നു കണ്ണീരിൽ നിഷ്പന്ദ വൃത്തിയാം കണ്ണുകൊണ്ടറിയുന്നു ഞാൻ സുസ്പഷ്ടമെന്റെ കയ്യിലിരിക്കുന്ന നെല്ലിക്ക എന്ന പോലീ പ്രപഞ്ചം മുഴുവനും. ഇവിടെയുണ്ടു ഞാൻ എന്നറിയിക്കുവാൻ മധുരമാമൊരു കൂവൽ മാത്രം മതി. ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ എന്നതിനൊരു വെറും തൂവൽ താഴെയിട്ടാൽ മതി. ഇനിയുമുണ്ടാകുമെന്നതിൻ സാക്ഷ്യമായി അടയിരുന്നതിൻ ചൂടുമാത്രം മതി. ഇതിലുമേറെ ലളിതമായെങ്ങനെ കിളികളാവിഷ്കരിക്കുന്നു ജീവനെ. ഈ കവിതയുടെ 5-ാമത്തെ വരിയിലെ ആദ്യത്തെ അക്ഷരമായ ഈ വെച്ചു വേണം അടുത്തയാൾ ചൊല്ലുവാൻ. ഇതാണ് കാവ്യകേളിയുടെ രീതി. ഇത്തരത്തിലുള്ള 500-ൽ പരം കാവ്യഖണ്ഡങ്ങളാണ് ഈ പുസ്തകത്തിലുള്ളത്. ഇടപ്പള്ളിയിലെ ശ്രീമതി സരസമ്മ ടീച്ചറുടെ കാവ്യ സംസ്കാര പരിരക്ഷണ ശ്രമങ്ങളെ അതീവ സ്നേഹത്തോടും ആദരവോടും കൂടിയാണ് ഞാൻ ഏറെക്കാലമായി നോക്കിക്കാണുന്നത്. നമ്മുടെ പുതിയ തലമുറയെ മലയാളത്തിൻ്റെ മണവും രുചിയും മനസ്സിലാക്കി കൊടുത്ത് ഭാഷയുടെ കനിവും നിറവും അനുഭവിപ്പിച്ചു കൊടുത്ത് ഉദാത്തമായ ഒരു സാംസ്കാരികതയിലേക്ക് ഉയർത്തുകയാണ് ടീച്ചർ. അതിലൂടെ നമ്മുടെ ഭാഷയുടെ മൗലികമായ കാവ്യാത്മകതയെ ഭാവാത്മകതയെ നവീകരിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. നഷ്ടപ്പെട്ടു പോകുമോ എന്ന് പലരും ഭയന്ന, പലരും ആശങ്കപ്പെട്ട തനിമയാർന്ന ഈണങ്ങളെ, താളങ്ങളെ, ചൊൽവഴക്കങ്ങളെ സംരക്ഷിക്കുകയും നമ്മുടെ ഭാഷയുടെ ഉത്കൃഷ്ടത എന്ത് എന്ന് സ്ഥാപിച്ചെടുക്കുകയും ചെയ്യുന്നു സരസമ്മ ടീച്ചർ. സച്ചിദാനന്ദ വാത്സ്യായനാണ് ഒരിക്കൽ പറഞ്ഞത്, വെൻ എ പീപ്പിൾ ഡു നോട്ട് വാണ്ട് ദെയർ കൾച്ചർ ദ നേഷൻ ഡൈസ് എന്ന്. ഒരു ജനതയ്ക്ക് അതിൻ്റെ സംസ്കാരം ആവശ്യമില്ലാതായിത്തീരുന്നത് എപ്പോഴാണോ അപ്പോൾ ആ രാഷ്ട്രം നശിച്ചു പോകുന്നു എന്ന്. അങ്ങനെ രാഷ്ട്രം നശിക്കാതിരിക്കാൻ, നമ്മുടെ ഭാഷ മരിക്കാതിരിക്കാൻ, നമ്മുടെ സംസ്കാരം തകർന്നു പോകാതിരിക്കാൻ സദാസമയവും ജാഗ്രതയോടെ കാവൽ നിൽക്കുന്ന ഒരു മനസ്സ് ടീച്ചർക്കുണ്ട് എന്നതിൻ്റെ നിദർശനമാണ് കാവ്യ കേളിയുടെ രംഗത്ത് സരസമ്മ ടീച്ചർ നടത്തി വരുന്ന പ്രവർത്തനങ്ങൾ. അത് ഭാഷ മരിക്കാതെ, രാഷ്ട്രം മരിക്കാതെ, സംസ്കാരം മരിക്കാതെ നോക്കുന്ന മഹനീയമായ സത്പ്രവൃത്തിയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഭാവോദാരമായി അർത്ഥസംവേദന സമർത്ഥമായി കവിത എങ്ങനെ ചൊല്ലണം എന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ടീച്ചർ മലയാളത്തിൻ്റെ എഴുത്തമ്മയാണ്, ഭാഷാമ്പയാണ്. അങ്ങനെയുള്ള ടീച്ചർ തൻ്റെ സമ്പന്നമായ കാവ്യാനുശീലന പശ്ചാത്തലം കുട്ടികൾക്കുള്ള വിലപ്പെട്ട മൂലധനമാക്കി പകർന്നു കൊടുക്കുകയാണ്. അതിൻ്റെ ഏറ്റവും നല്ല ദൃഷ്ടാന്തമാണ് കാവ്യകേളികളിൽ ആലപിക്കാൻ കഴിയുന്ന കവിതാഭാഗങ്ങൾ കോർത്തിണക്കി പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഈ കാവ്യ പുഷ്പമാല, ഈ കാവ്യകേളി. കവിതയുടെ നവീകരണത്തിനും കാവ്യാസ്വാദനത്തിൻ്റെ ശാക്തീകരണത്തിനും ടീച്ചർ നൽകുന്ന അനുപമമായ സംഭാവനകളെ മലയാള കാവ്യസ്നേഹികളും കേരള കവിതാ ചരിത്രവും എന്നേക്കുമായി രേഖപ്പെടുത്തി വയ്ക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാവ്യകേളിക്ക് എൻ്റെ ഹൃദയംഗമമായ ആശംസകൾ. ടീച്ചർക്ക് ആയുരാരോഗ്യ സൗഖ്യം ആശംസിക്കുകയും ചെയ്യുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ട സരസമ്മ ടീച്ചർ, ഞാൻ വിജയലക്ഷ്മിയാണ്, കവി. ടീച്ചറുടെ ഈ സമാകലനം ഇന്ന് പുറത്തിറങ്ങുകയാണെന്ന് അറിഞ്ഞു. വളരെ സന്തോഷമുണ്ട്. മലയാളിയുടെ കാവ്യാസ്വാദന ശീലത്തെ നിസ്വാർത്ഥമായി പരിപോഷിപ്പിക്കുകയായിരുന്നല്ലോ ടീച്ചർ.
ടീച്ചറെ പരിചയപ്പെടുന്ന ആരിലും ഭാഷാഭിമാനത്തിൻ്റെ ശുഭസ്പന്ദമാണ് ഉണ്ടാവുക. എന്തായാലും ആത്മസാക്ഷാത്കാരം ഇങ്ങനെ കണ്ടെത്തിയത് ഞങ്ങൾക്കും വളരെ സന്തോഷകരമായി. കർമ്മയോഗത്തിൽ മുഴുകി ജന്മം പുണ്യമാക്കുന്ന ടീച്ചറെ അറിയാൻ കഴിഞ്ഞത് എൻ്റെയും ശുഭമുഹൂർത്തങ്ങളിൽ പെടുന്നു. ശിഷ്യരോടും അവരുടെ ശിഷ്യരോടും സാഹിത്യരംഗത്തും കലാരംഗത്തും ടീച്ചർക്കുള്ള സുഹൃത്തുക്കളോടും ബന്ധുമിത്രാദികളോടും ചേർന്ന് ഈ ചടങ്ങിൽ പങ്കുകൊള്ളുമ്പോൾ വളരെ അധികം സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ടീച്ചർക്ക് എല്ലാ ആശംസകളും. സരസമധുര കാവ്യത്തേൻ വിളമ്പുന്ന കയ്യേ അരിയ കവിതയെല്ലാം നൃത്തമാടുന്ന നാവേ വെറുതെ അറിവെഴാതെ ഇട്ട പേരിന്ന് ചന്തം പകരുമതിമനോജ്ഞേ കൈ തൊഴുന്നു സഹർഷം. എല്ലാവർക്കും നമസ്കാരം. ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ അവരാഗ്രഹിക്കുന്ന മേഖലയിൽ എന്നും പ്രവർത്തിക്കുക എന്നുള്ളത്. അതിന് ഉണ്ടാകുന്ന ഭാഗ്യം, അതാണ് ഏറ്റവും വലിയ കാര്യം. അത് അപൂർവം ചിലർക്ക് മാത്രമേ കിട്ടാറുള്ളൂ. അധ്യാപകരുടെ കാര്യത്തിൽ ഒരു ചൂരൽ തുമ്പ് കൊണ്ട്, അല്ലെങ്കിൽ ഒരു നോട്ടം കൊണ്ട്, ഒരു മൂളൽ കൊണ്ട് ഒരു ക്ലാസ് റൂമിനെ മുഴുവൻ അല്ലെങ്കിൽ ഒരു സ്കൂളിനെ മുഴുവൻ വിറപ്പിച്ച് നിർത്തുന്ന, നിയന്ത്രിച്ച് നിർത്തുന്ന അധ്യാപകർ സാധാരണ ഒരു 55-56 വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്കും ഒരു ഒറ്റപ്പെടലിൻ്റെ തുരുത്തിലകപ്പെടുകയാണ്. അവർക്ക് മുത്തശ്ശനായും മുത്തശ്ശിയായും ഒരു ചെറിയ ലോകത്തിൻ്റെ അധിപന്മാരായി മാത്രം കഴിയേണ്ടി വരുന്ന ഒരവസ്ഥ. വല്ലാത്ത വേദനകൾ അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് അധ്യാപകരെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം ഇങ്ങനെ ഒരവസ്ഥയിൽ നിന്ന് അവർക്ക് ഉണ്ടാകുന്ന ഒരു മാറ്റം, പക്ഷേ അതിനെ മറികടന്ന് തങ്ങളുടെ പ്രതിഭ കൊണ്ട്, കഠിനാധ്വാനം കൊണ്ട് ആ ഒരു അവസ്ഥയെ മറികടന്ന് ആനന്ദത്തിൻ്റെ സാഗരം നീന്തി കടക്കുന്ന കുറേ പേർ നമുക്ക് ചുറ്റുമുണ്ട്. അവരിൽ ഏറെ ശ്രദ്ധേയയായ ഒരു വ്യക്തിത്വമാണ് സരസമ്മ ടീച്ചർ. 75 വയസ്സ്. ഈ കഴിഞ്ഞ 6-7 കൊല്ലമായിട്ട് ഞങ്ങൾക്ക് ടീച്ചറിനെ അറിയാം. അക്ഷരം സാഹിത്യവേദിയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യത്തിനും ശാരീരിക ക്ലേശങ്ങളെല്ലാം മറന്നുകൊണ്ട് എല്ലാത്തിനും ഓടിയെത്തുകയും ഞങ്ങളെ ശാസിച്ചും നിയന്ത്രിച്ചും നയിക്കുകയും ചെയ്യുന്ന ടീച്ചർ. ഇപ്പോൾ കുട്ടികൾക്ക് അക്ഷരശ്ലോകം പഠിപ്പിച്ചു കൊടുക്കുന്നു, കാവ്യകേളി പഠിപ്പിക്കുന്നു. മലയാളത്തിലെ നമ്മൾ നഷ്ടപ്പെടുത്തിയ മലയാള സാഹിത്യത്തിൻ്റെ, പ്രത്യേകിച്ച് കവിതയുടെ മൂല്യങ്ങൾ പുതിയ തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ശ്രമം. ഈ ഒരു കാലയളവിൽ ഏറെ ശ്ലാഘനീയമായ ഒരു കാര്യമാണ് ടീച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയൊരു പുസ്തകം, മലയാളത്തിലെ മികച്ച കവികളുടെ മികച്ച കാവ്യഖണ്ഡങ്ങൾ 8 വരി വീതമുള്ള അത്തരം കവിതാഭാഗങ്ങൾ സമാഹരിച്ച് അത് കോർത്തിണക്കി ഒരു പുസ്തകം. അതിന് വർഷങ്ങളോളം നീണ്ട പരിശ്രമം. ഈ കവിതകൾ സമാഹരിക്കുകയും ഡയറികളിൽ എഴുതി വെച്ചും അത് കൃത്യമായി വിന്യസിച്ചും തരം തിരിച്ചും അങ്ങനെ എത്രമാത്രം തനിക്ക് അനുവദിച്ചിരിക്കുന്ന, അതായത് ആരോഗ്യവും ജീവിത പ്രശ്നങ്ങളും ഒക്കെ തനിക്ക് അനുവദിച്ചിരിക്കുന്ന ആ പരിമിതമായ സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഇതിനെ എല്ലാം, ഇത്രയും ജോലികളെല്ലാം കൃത്യമായിട്ട് ചെയ്ത് 200ഓളം പേജുള്ള ഒരു വലിയ പുസ്തകം അത് രൂപപ്പെടുത്തിയെടുക്കുകയും അതിൻ്റെ അച്ചടിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുകയും പലതവണ അതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്ക് വേണ്ടി ടീച്ചർ എന്നെ വിളിച്ചു. അപ്പോൾ ഇതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും ഭംഗിയായി നിർവഹിച്ച് ആ പുസ്തകം ഇപ്പോൾ അതിൻ്റെ പ്രകാശന ചടങ്ങിലേക്ക് എത്തുകയാണ്. ഇതുപോലൊരു പുസ്തകം
പുതിയ തലമുറയ്ക്ക് പുസ്തകം എന്ന് പറഞ്ഞാൽ തന്നെ അത് അമരത്വം നൽകുന്ന ഒന്നാണ്. മലയാളത്തിലെ മികച്ച കാവ്യഖണ്ഡങ്ങളെല്ലാം ഒരുമിച്ച് ചേർത്ത് ഇതുപോലെ അത്തരം കാവ്യങ്ങൾക്ക് കുട്ടികളിലൂടെ, അടുത്ത തലമുറയിലൂടെ അതിന് അമരത്വം നൽകുന്ന ഈ മഹത്തായ പ്രക്രിയയ്ക്ക് ടീച്ചറുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും കാലം ആയുസ്സും ആരോഗ്യവും നൽകട്ടെ. ഈ പുസ്തകം എല്ലാവരിലേക്കും എത്തട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇതിനെല്ലാവിധ ആശംസകളോടും കൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആരാധ്യയായ ശ്രീ സരസമ്മ ടീച്ചർ ഒരുക്കിയിരിക്കുന്ന കാവ്യകേളി എന്ന പുസ്തകം പ്രസാദനം നടക്കുന്ന ഒരു സന്തോഷകരമായ വേളയാണ് ഇത്. കാവ്യകേളി രംഗത്തേക്ക് ചുവട് വയ്ക്കുന്ന ഏതൊരു വ്യക്തിക്കും ഒരു മുതൽക്കൂട്ടായിരിക്കും ഈ ഗ്രന്ഥം എന്നുള്ളതിൽ സംശയമില്ല. മലയാളിക്ക് തന്നെ അന്യമായി കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മലയാള കവിതകളെ പരിപോഷിപ്പിക്കാൻ സരസമ്മ ടീച്ചർ ചെയ്യുന്ന അശ്രാന്ത പരിശ്രമം ശരിക്കും പ്രകീർത്തിതമാണ്. കവയത്രി ശ്രീമതി വിജയലക്ഷ്മി പറഞ്ഞതുപോലെ കവിതാ മന്ത്രങ്ങൾ സദാ ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ആൽമരമാണ് ടീച്ചർ. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മലയാള കവിതകൾ ആസ്വദിക്കുന്നവരും ആലപിക്കുന്നവരും സംശയ നിവാരണത്തിന് എന്നും ഓടിയെത്തുന്നത് ടീച്ചറിൻ്റെ സവിധത്തിലേക്കാണ്. ടീച്ചറിൻ്റെ ശിഷ്യഗണം കവിതാ ആലാപന മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയം കൈവരിക്കുന്നത് നമുക്ക് ഏവർക്കും അറിവുള്ളതാണല്ലോ. അതോടൊപ്പം തന്നെ അതിൽ പലരും കവിതാ ആലാപന രംഗത്ത് സ്വന്തമായി വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ളതും നമുക്കറിയാം. ചെറിയ കുട്ടികളെ പരിശീലിപ്പിച്ച് സ്ഥിരം അരങ്ങുകളിൽ കാവ്യകേളി അവതരിപ്പിക്കുന്നതിൽ വ്യാപൃതയാണ് നമ്മുടെ ടീച്ചർ. ഇതിലൂടെ കൊച്ചുകുട്ടികളിൽ മലയാള കവിതയെക്കുറിച്ചുള്ള ബോധം ജനിപ്പിക്കുന്നതോടൊപ്പം തന്നെ കവികളെക്കുറിച്ചുള്ള അവബോധം വളർത്തുക എന്ന അശ്രാന്ത പരിശ്രമമാണ് സരസമ്മ ടീച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ടീച്ചറുടെ കാവ്യകേളി സബരിക്ക് ഒരു പൊൻതൂവൽ കൂടിയാണ് ഇന്ന് ഇവിടെ പ്രകാശിതമാകുന്ന ഈ ഗ്രന്ഥം എന്നുള്ളതിൽ സംശയമില്ല. തൃക്കാക്കര സാംസ്കാരിക കേന്ദ്രം ടീച്ചറുടെ കുട്ടികളുടെ കാവ്യകേളിയുടെ ഒരു സ്ഥിരം അരങ്ങാണ്. ഗുരുതുല്യയും മാതൃതുല്യയുമായ ശ്രീമതി സരസമ്മ ടീച്ചർക്ക് എല്ലാ ആശംസകളും അർപ്പിക്കുന്നതോടൊപ്പം തന്നെ കവിതാ ആസ്വാദകർക്ക് ആനന്ദമേകിക്കൊണ്ടുള്ള ടീച്ചറുടെ യാത്ര ഇനിയും അനേക നാൾ തുടരാൻ സർവേശ്വരൻ കനിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ചുരുക്കുന്നു. ഈ സന്ദർഭത്തിൽ സ്വയവിരചിതമായ ഒരു 8 വരികളൂടെ ആലപിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഗീശ്വരി തൻവരപ്രസാദത്തിനാൽ കവിതാശീലുകൾ മന്ത്രിക്കും നാവിനാൽ ആസ്വാദകർക്കനുഭൂതിയേകിടുന്ന കർമ്മം പ്രകീർത്തിതം നിസ്സംശയം ദൃഢം. കൈരളി ദേവീതന്മാറിലണിയുന്ന കാവ്യമാല്യങ്ങളിൻ പുഷ്പശതങ്ങളെ നിത്യവും വാടാതെ കാക്കും ഭവതിക്കു സത്യസ്വരൂപൻ ചൊരിയട്ടെ നന്മകൾ. സത്യസ്വരൂപൻ ചൊരിയട്ടെ നന്മകൾ. നന്ദി, നമസ്കാരം. നമസ്കാരം. കവിത എന്ന് കേൾക്കുമ്പോൾ നെറ്റിചൊളിയുന്നവരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു വരുന്ന ഈ കാലത്ത് കുട്ടികളുടെ മനസ്സിലേക്ക് അർത്ഥപൂർണമായ കാവ്യരചനയുടെ ഭാഗങ്ങൾ പകർന്നു കൊടുക്കുന്നത് തീർത്തും അന്യമായി കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ പാഠഭാഗങ്ങളിൽ നിന്ന് ശ്രേഷ്ഠ കവികളുടെ കാവ്യഭാഗങ്ങൾ ഓരോ വർഷവും അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് സരസമ്മ ടീച്ചറിൻ്റെ പ്രവർത്തനം ഏറെ വ്യത്യസ്തമാവുകയാണ്. കവിതയുടെ ലോകത്ത് ജീവിക്കുകയും സമ്പൂർണ്ണ സമർപ്പണ ഭാവത്തോടെ കാവ്യപ്രചരണം നടത്തുകയും ചെയ്യുന്ന ടീച്ചർ ഈ കർമ്മം ആസ്വദിക്കുക മാത്രമല്ല ആഘോഷമാക്കുകയും ചെയ്യുകയാണ്. അതിനുവേണ്ടി ഏതു മാധ്യമം ഉപയോഗിക്കുവാനും ടീച്ചറിന് വൈമുഖ്യമില്ല. ഏതു മാധ്യമവും തനിക്ക് ഇണങ്ങും എന്ന് ടീച്ചർ തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. വാട്സപ്പ് ആയാലും ഫേസ്ബുക്ക് ആയാലും യൂട്യൂബ് ആയാലും അതിലൂടെയൊക്കെ വരുന്ന തലമുറയിലേക്ക് കവികളെയും അവരുടെ രചനകളെയും പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം അഭംഗുരം തുടർന്നു വരികയാണ് ടീച്ചർ. ഇതാ ഇപ്പോൾ കാവ്യകേളി എന്ന പേരിൽ ഒരു ഗ്രന്ഥവും നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു.
അതിമനോഹരമായ കാവ്യഖണ്ഡങ്ങളുടെ ഒരപൂർവ ശേഖരമാണിത്. വായിച്ച് ആസ്വദിക്കുവാനും ചൊല്ലി പരിശീലിപ്പിക്കുവാനും ഏറ്റവും ഉതകുന്ന തരത്തിൽ തയ്യാറാക്കിയിട്ടുള്ള ഈ പുസ്തകം തീർച്ചയായും അടുത്ത തലമുറയിലെ കുട്ടികൾക്ക് കവിത ഇഷ്ടപ്പെടുന്ന ഓരോ മനസ്സുകൾക്കും സ്വീകാര്യമായിരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ ശ്രമത്തിൻ്റെ മുന്നിൽ നമോവാകമർപ്പിക്കുന്നു. ടീച്ചറിന് എന്നും പ്രചോദനമായ കേശവൻ നായർ സാറിൻ്റെ സൗമ്യ സാന്നിധ്യവും പ്രചോദനവും ഇതിൻ്റെ പിറകിലുണ്ട് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എല്ലാ ആശംസകളും നേരുന്നു. നമസ്കാരം. സഹൃദയരെ, എല്ലാവർക്കും നമസ്കാരം. ബഹുമാന്യയായ എനിക്ക് ഏറെ പ്രിയങ്കരിയായ സരസമ്മ ടീച്ചർ കാവ്യകേളിക്ക് ഒരു പുസ്തകം തയ്യാറാക്കിയിരിക്കുകയാണ്. കാവ്യകേളി പഠിക്കുന്നവർക്ക് വേണ്ടി ഇതിനു മുൻപും ചില പുസ്തകങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. എന്നാൽ ഒരു പക്ഷേ അതിൽ ഏറ്റവും മികച്ച ഒരു പുസ്തകമായിട്ട് മാറും ഇത് എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. മറ്റൊന്നുകൊണ്ടുമല്ല, വർഷങ്ങളോളമായി കാവ്യകേളി പഠിപ്പിക്കുകയും കവിത പഠിപ്പിക്കുകയും കവിതയെക്കുറിച്ച് സംസാരിക്കുകയും കവിത ചൊല്ലുകയും ഒക്കെ ചെയ്ത പ്രായോഗിക പരിചയമുള്ള ഒരാൾ ചെയ്യുമ്പോൾ, അതും ഈ രംഗത്ത് ധാരാളം ശിഷ്യരുള്ള, നമുക്കറിയാം ഇന്ന് കാവ്യ ആലാപന രംഗത്ത് ഏറെ ചർച്ച ചെയ്യപ്പെട്ടൊരു പേരാണ് മാമ്പഴം. ഈ മാമ്പഴത്തിലെ വിജയികളെ പരിശോധിക്കുകയാണെങ്കിൽ ഇതെല്ലാം സരസമ്മ ടീച്ചറുടെ ശിഷ്യനാണെന്ന് മനസ്സിലാവും. ഞാനിത് പറയുന്നത് അത്തരം ഒരു പരിചയമുള്ള ഒരാൾ തയ്യാറാക്കിയ പുസ്തകം മികച്ച ഗ്രന്ഥമായിരിക്കും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. തീർച്ചയായും ഭാഷയുടെ ആലാപന രംഗത്തിലേക്ക് ഇത് വലിയ ഒരു മുതൽക്കൂട്ടാവും. കാരണം കാവ്യകേളി ഈണത്തിൽ ചൊല്ലാനുള്ളതാണ് കാവ്യകേളി ഖണ്ഡങ്ങൾ. മാത്രമല്ല, ഒരു കാവ്യകേളി ഖണ്ഡം സെലക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം ഒറ്റയ്ക്ക് നിൽക്കുന്ന, തനത് സ്വഭാവമുള്ള, തനിയെ നിൽക്കുന്ന മികച്ച കവിതകളിലെ മികച്ച ഖണ്ഡങ്ങളാണ് നമ്മൾ സെലക്ട് ചെയ്യുക. നന്നായി ആലപിക്കാനും പറ്റും. അപ്പോൾ ഇത്തരം കാവ്യഖണ്ഡങ്ങൾ കിട്ടാതിരിക്കുന്നതാണ് ഇപ്പോൾ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. കാവ്യകേളി പഠിക്കുന്നവർക്കുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഈ കാവ്യഖണ്ഡങ്ങൾ എവിടുന്ന് കിട്ടുമെന്നുള്ളതാണ്. അതിനിതാ ഒരു റെഡി റെഫറൻസ് ആയിട്ട് ഈ പുസ്തകം ഇറങ്ങുകയാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാവ്യ ആസ്വാദകർക്ക്, സഹൃദയർക്ക് വലിയ സന്തോഷമാവുമെന്ന കാര്യം തർക്കമൊന്നുമില്ല. സരസമ്മ ടീച്ചറുമായിട്ട് കുറച്ച് കാലങ്ങളായിട്ട് പരിചയമുണ്ട്. ആ പരിചയം വന്നത് കാവ്യാലാപനം എന്ന വാട്സപ്പ് സംഘത്തിലൂടെയാണ്. കാവ്യാലാപനം തുടങ്ങിയതിന് ശേഷം അതിൽ കുറച്ച് വൈകിയെത്തിയ ആൾ അതിൻ്റെ ഒരു പ്രധാനിയായിട്ട് മാറുകയായിരുന്നു, അതിൻ്റെ തലപ്പത്തേക്ക് എത്തുകയായിരുന്നു. എന്തുകൊണ്ട്? കവിതയോടുള്ള ആത്മാർത്ഥത കൊണ്ട്, കവിതയിലുള്ള താല്പര്യം കൊണ്ട്, കാവ്യ ആലാപനത്തിലുള്ള നിഷ്കർഷ കൊണ്ട്. ഏറെ സന്തോഷത്തോടെയും അഭിമാനത്തോടെയും ആരാധ്യയായ ഗുരുതുല്യയായ ടീച്ചറെ ടീച്ചറെ അഭിനന്ദിക്കാനൊക്കെ ഞാൻ ആളായിട്ടില്ല. എങ്കിൽ പോലും ഇത്തരമൊരു ഗ്രന്ഥം ഇറക്കിയതിൽ വളരെ വലിയ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട്, നിൻ്റെ ജീവനാൽ എത്ര വിളക്ക് കൊളുത്തി നീ, നിൻ്റെ പ്രാണനാൽ എത്ര വിളക്ക് കൊളുത്തി നീ എന്ന് മധുസൂദനൻ സാർ ചോദിക്കാറുണ്ട്. വാക്ക എന്ന കവിതയിലെ വരിയാണത്. അങ്ങനെ കൊളുത്തിയ ഒരു വിളക്കായിട്ട്, ടീച്ചറുടെ ജീവിതത്തിൽ കൊളുത്തിയ ഒരു വിളക്കായിട്ട്, മറ്റുള്ളവർക്കായി കൊളുത്തിയ ഒരു വിളക്കായിട്ട് ഇത് മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എല്ലാവരും ഇത് നെഞ്ചേറ്റു സ്വീകരിക്കുമെന്ന കാര്യത്തിലും ഞങ്ങളെന്ന് പറയാൻ കാരണം കാവ്യാലാപന സംഘത്തിന് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്. വളരെ സന്തോഷത്തോടു കൂടി, ആദരവോടുകൂടി ടീച്ചർക്കുള്ള പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. നമസ്കാരം. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സരസമ്മ ടീച്ചർ തയ്യാറാക്കിയ കാവ്യകേളി എന്ന പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിൽ
പങ്കെടുക്കുവാൻ സാധിച്ചതിലുള്ള സന്തോഷം ആദ്യമേ തന്നെ അറിയിക്കട്ടെ. സത്യത്തിൽ കാവ്യകേളി പരിചയപ്പെട്ടത് തന്നെ ടീച്ചറിന്റെ അടുത്തു നിന്നാണ്. ഇപ്പൊ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ ടീച്ചർ പരിശീലിപ്പിച്ച, ടീച്ചറുടെ ശിഷ്യർ അവതരിപ്പിച്ച ഒരു കാവ്യകേളി നടത്തുവാനുള്ള ഭാഗ്യവും സനാതന സ്കൂൾ ഓഫ് ലൈഫിനുണ്ടായി. ഓൺലൈനായിട്ട് നടത്തിയ ആ പരിപാടിയിൽ നിന്നും ലഭിച്ച പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഈ കാവ്യകേളി കേവലം ഒരു മത്സര ഇനമായി മാത്രം പോകേണ്ട ഒന്നല്ല, മറിച്ച് ഇത് ഇഷ്ടപ്പെടുന്ന ആളുകൾ ധാരാളമുണ്ട്. മലയാളത്തെ സ്നേഹിക്കുന്ന മലയാളികളായ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വിനോദം, സാഹിത്യ വിനോദമാണ് കാവ്യകേളി. അപ്പം അതിനായി ടീച്ചർ തയ്യാറാക്കിയ, വർഷങ്ങൾ കൊണ്ട് തയ്യാറാക്കിയ ഈ ഒരു അമൂല്യ നിധി ഇനിയുള്ള തലമുറയ്ക്ക് കൂടി ലഭിക്കുന്ന രീതിയിൽ ഇപ്പോൾ അത് പുസ്തക രൂപം സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളത് ഒത്തിരി സന്തോഷം നൽകുന്ന കാര്യമാണ്. അപ്പൊ ടീച്ചറിനും ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്, അഭിനന്ദനങ്ങൾ. ടീച്ചറിന് ഇനിയും അനേകം ശിഷ്യരെ ഈ മേഖലയിൽ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സനാതന സ്കൂൾ ഓഫ് ലൈഫിന്റെ പേരിലും വ്യക്തിപരമായ പേരിലും എൻ്റെ 2 മക്കളും ടീച്ചറിന്റെ ശിഷ്യരാണ്. ടീച്ചറിന് എല്ലാവിധ ആശംസകളും നേരുന്നു. നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. മലയാള ഭാഷാ സ്നേഹികൾക്ക്, പ്രത്യേകിച്ച് കവിത ആസ്വദിക്കുന്നവർക്ക് ഏറെ സന്തോഷകരമായൊരു സന്ദർഭമാണ് ഇത്. കാവ്യകേളി എന്ന കല അത് പരിശീലിക്കുന്നവർക്ക് വളരെ പ്രയോജനപ്രദമായൊരു പുസ്തകം പ്രകാശനത്തിന് തയ്യാറാവുന്നു എന്നതാണ് ഇന്നത്തെ ഈ ഒരു സന്ദർഭത്തിൻ്റെ പ്രത്യേകത. ഈ ഒരു ശുഭമുഹൂർത്തത്തിന് വളരെ അഭിമാനത്തോടെ, സന്തോഷത്തോടെ ആദ്യം തന്നെ ആശംസകൾ നേരുകയാണ്. സരസമ്മ ടീച്ചറെ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് എനിക്കും എൻ്റെ കുടുംബത്തിനും നന്നായിട്ട് അറിയാം. കുട്ടികൾ അക്ഷരശ്ലോകവും കാവ്യകേളിയും പരിശീലിക്കുന്നു എന്നതാണത്. കൃത്യമായി പറഞ്ഞാൽ 2017 നവമാധ്യമങ്ങളിലൂടെ പ്രചരിച്ച ബ്ലൂ വെയിൽ പോലുള്ള ചില കളികൾ അത് വരുത്തിയ ഒരു വിപത്ത്, ആപത്ത് അതുണ്ടാക്കിയ സന്ദർഭത്തിലാണ് ടീച്ചറിനെ അടുത്തറിയാനിടയായത്. തുടർന്ന് വാട്സാപ്പിലൂടെ ശ്ലോക പാഠനത്തിന് ടീച്ചർ തയ്യാറായി. ഏതാണ്ട് ദീർഘകാലം, 1 വർഷക്കാലം ശ്ലോകം പഠിപ്പിക്കുകയുണ്ടായി. കവിതാരാമം എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ടീച്ചർ ആരംഭിച്ചു. അതിനെ അടുത്തറിയാൻ സാധിച്ചു. അതിലൂടെ നമുക്ക് ടീച്ചറിനെ അടുത്തറിയാൻ സാധിച്ചു. ഇന്നിവിടെ പ്രകാശനം ചെയ്യപ്പെടുന്ന പുസ്തകം ടീച്ചറിന്റെ ദീർഘകാലത്തെ ഒരു പരിശ്രമത്തിന്റെ ഗുണഫലമാണ് എന്ന് ഞങ്ങൾ വിചാരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 40-50 വർഷങ്ങൾ ടീച്ചറിന്റെ കുട്ടികളെ തന്നെ കവിതകളും ശ്ലോകങ്ങളും ഒക്കെ പരിശീലിപ്പിക്കാൻ വേണ്ടിയിട്ട് വിവിധ ഡയറികളിലും പുസ്തകങ്ങളിലും നോട്ട് പുസ്തകങ്ങളിലും ഒക്കെ എഴുതി വച്ചിട്ടുള്ള കവിതകളുടെ ഒരു സമാഹാരം, അതൊരു പുസ്തക രൂപത്തിൽ ഇന്ന് പുറത്തിറങ്ങുകയാണ്. അപ്പം ആ കാവ്യാനുശീലനത്തിന്റെ അനുഭവ പാഠങ്ങൾ മുഴുവൻ അത് വരും തലമുറയ്ക്ക് പകർന്നു കൊടുക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു കാര്യം കൂടി പ്രത്യേകം സൂചിപ്പിക്കേണ്ടതുണ്ട്. നമ്മളുടെയൊക്കെ തറവാടുകളിൽ കാരണവന്മാര് കുട്ടികൾക്ക് പുരാണ കഥകൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു വൈശിഷ്ട്യം, ഒരു പകർച്ച കഥകളും കവിതകളും ഒക്കെ പകർന്നു കൊടുക്കും. മുത്തശ്ശിമാരാണെങ്കിലും മുത്തശ്ശന്മാരാണെങ്കിലും അങ്ങനെയുള്ള പകർച്ച കൊടുക്കുന്ന ഒരു ശീലം നമ്മളുടെ ഇടയിലൊക്കെ ഉണ്ട്. ആ ഒരു വൈശിഷ്ട്യം ടീച്ചർ ഈ കാവ്യകേളിയും അക്ഷരശ്ലോകവും പഠിപ്പിക്കുമ്പോൾ ചെയ്യുന്നു എന്നതാണത്. കഥയറിഞ്ഞ് ആട്ടം കാണുന്ന ഒരു സന്ദർഭം പലപ്പോഴും ഇത്തരം വേദികളിൽ അപൂർവമായ ആ ഒരു സൗന്ദര്യം നമുക്ക് കാണാൻ സാധിക്കും. അത്തരം സന്ദർഭങ്ങൾ നമുക്ക് അധികം കാണാൻ സാധിക്കുന്നില്ല എന്നർത്ഥം. അത്തരം ഒരു സൗന്ദര്യം, ആ ഒരു കാവ്യാനുശീലന
സൗന്ദര്യം ടീച്ചർ ഉറപ്പാക്കിയിരുന്നു എന്നുള്ളതാണ്. ഓരോ ശ്ലോകം പഠിപ്പിക്കുമ്പോഴും കവിത പഠിപ്പിക്കുമ്പോഴും അതുമായി ബന്ധപ്പെട്ട കഥകളും ഉപകഥകളും പറയാൻ ടീച്ചർ സമയം കണ്ടെത്തിയിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സാധാരണ ഒരു നാളികേരം എന്ന് പറയും, നാളികേരത്തിന്റെ രുചി അത് അരച്ച് പാകപ്പെടുത്തി തരുമ്പോഴാണ് അതിന്റെ രുചി, വേറിട്ട രുചികൾ എല്ലാവരും അനുഭവിക്കുക. അത് അനുഭവിപ്പിക്കാൻ ആ ഒരു പ്രത്യേക പാടവം ടീച്ചർ തൻ്റെ പരിശീലനത്തിൽ പ്രദർശിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു ശ്രവ്യ കല അതിന് ദൃശ്യമായ ഒരു സവിശേഷത അതിനുണ്ടാക്കാനും ടീച്ചറിന് സാധിച്ചിട്ടുണ്ട് എന്ന് അതിനെ ടീച്ചറിൻ്റെ പരിശീലനം നോക്കിക്കാണുന്ന എല്ലാവർക്കും അനുഭവവേദ്യമാണ്. അത് പറയാതിരിക്കാൻ ഈ സന്ദർഭത്തിൽ അത് പറയേണ്ടതുണ്ട്. ഏതായാലും ഈ ഒരു പുസ്തകം ഇന്ന് ലോകത്തിന് മുഴുവൻ ലോകർക്ക് മുഴുവൻ സമർപ്പിക്കുമ്പോൾ ഞങ്ങളെപ്പോലുള്ളവർ വളരെയധികം സന്തോഷിക്കുന്നുണ്ട്. ഈ ഒരു നല്ല ബന്ധത്തിൻ്റെ കണ്ണിയാവാൻ ഞങ്ങളുടെ കുടുംബത്തിന് കഴിഞ്ഞു. ഈ ഒരു സത്സംഗം തുടരട്ടെ. കവിത എന്ന് പറയുന്നത് എപ്പോഴും സന്തോഷകരമായ കാര്യമാണ്. കവിത പഠിക്കുക എന്നുള്ളത് അത് മാനസികമായൊരു ആരോഗ്യവും ഉറപ്പാക്കുന്നതാണ്. ഒരു ഈരടി അല്ലെങ്കിൽ ഒരു കാവ്യഖണ്ഡം മതി മാനസികമായ ഒരു ശുദ്ധത, ഒരു നൈർമല്യം നമുക്ക് കാത്തു സൂക്ഷിക്കാൻ. അതേറെ ഉപകാരപ്രദമാണ്. ഈ ഒരു വലിയ ഉത്തരവാദിത്വം നിർവഹിച്ച ടീച്ചർക്കും കുടുംബത്തിനും വീണ്ടും ഒട്ടേറെ നന്ദി അറിയിക്കുകയാണ്. പുസ്തകം എല്ലാവരും ഫലപ്രദമായിട്ട് പ്രയോജനപ്പെടുത്തണം. ഈ ഒരു സംരംഭത്തിന് ഒരിക്കൽ കൂടി ടീച്ചർക്ക് ആശംസകൾ അറിയിക്കുകയാണ്. ടീച്ചർക്കും ടീച്ചറുടെ കുടുംബത്തിനും ആശംസകൾ അറിയിക്കുകയാണ്. എല്ലാവർക്കും നന്ദി. നമസ്കാരം. നമസ്കാരം. ഞങ്ങളുടെ വാത്സല്യനിധിയായ സരസമ്മ ടീച്ചർ കാവ്യകേളി പരിശീലിക്കുന്നവർക്കും കവിതയെ സ്നേഹിക്കുന്നവർക്കും വേണ്ടി തെരഞ്ഞെടുത്ത കവിതാഖണ്ഡങ്ങൾ സമാഹരിച്ച് തയ്യാറാക്കിയ കാവ്യകേളി എന്ന പുതിയ പുസ്തകം പ്രകാശിതമാവുകയാണ് എന്നറിയുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. അക്ഷരം സാഹിത്യവേദിയുടെ അക്ഷരശ്ലോക കളരിയിൽ സംസ്കൃത ശ്ലോക പഠനവും കാവ്യകേളി പഠനവും വർഷങ്ങളായി മുടക്കം വരാതെ നടക്കുന്നത് ഈ ഗുരുനാഥയുടെ അത്യുത്സാഹം ഒന്നുകൊണ്ടാണെന്ന് എല്ലാവർക്കും അറിയാം. ദിവസവും പുതിയ കാവ്യഭാഗങ്ങൾ കുട്ടികൾക്ക് നൽകി അവർ അവ എഴുതിയെടുത്താണ് ഇതുവരെ പരിശീലിച്ചിരുന്നത്. പ്രശസ്തങ്ങളായ നിരവധി കവിതാഭാഗങ്ങൾ കോർത്തിണക്കിയ ഈ പുസ്തകം കാവ്യകേളി പഠിക്കുന്ന കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും ഒരു കൈപ്പുസ്തകമാകും എന്നതിൽ സംശയമില്ല. കാവ്യകേളി എന്ന കാവ്യഖണ്ഡ സമാഹാര ഗ്രന്ഥത്തിൻ്റെ പ്രകാശനവേളയിൽ സരസമ്മ ടീച്ചറിനും ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും കുടുംബാംഗങ്ങൾക്കും അക്ഷരം സാഹിത്യവേദിയുടെ ആശംസകൾ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. എല്ലാ ഗുരുജനങ്ങൾക്കും സുഹൃത്തുക്കൾക്കും നമസ്കാരം. ദീർഘകാലമായി കവിതയെ ഉപാസിച്ചുകൊണ്ട് അക്ഷരശ്ലോകം, കാവ്യകേളി, കാവ്യ ആലാപനം തുടങ്ങിയവയിൽ അനവധി വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകുകയും അവരെ പരമാവധി ഈ രംഗത്തേക്ക് കൈപിടിച്ച് ആനയിക്കുകയും ചെയ്യുന്ന മഹതിയാണ് ശ്രീമതി സരസമ്മ ടീച്ചർ. കവിത ആരാമം വെബ്സൈറ്റ്, ഓൺലൈൻ പരിശീലന കളരികൾ, ഭാഷാ സാഹിത്യ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന സ്റ്റേജ് പരിപാടികൾ, ഇങ്ങനെ വൈവിധ്യമാർന്ന ഒട്ടേറെ പ്രവർത്തനങ്ങളിൽ ടീച്ചർ ഏർപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴും വളരെ സക്രിയമായി ഭാഷാ സേവന രംഗത്ത് അവർ നിലകൊള്ളുന്നുണ്ട്. ഇത്തരം പ്രയത്നങ്ങൾ മറ്റൊരു തരത്തിൽ വരും തലമുറകൾക്ക് കൂടി പ്രയോജകീഭവിക്കുന്നു എന്ന് വിളിച്ചു പറയുകയാണ് ഇപ്പോൾ ടീച്ചർ പ്രസിദ്ധീകരിക്കുന്ന ഈ കാവ്യകേളി ഗ്രന്ഥം. മലയാള ഭാഷയിൽ ചെറുശ്ശേരി മുതൽക്ക് ഇങ്ങോട്ട് 2020 എഴുതിക്കൊണ്ടിരിക്കുന്ന കവികളുടേത് ഉൾപ്പെടെ 500ഓളം കാവ്യഖണ്ഡങ്ങൾ അക്ഷരമാലാക്രമത്തിൽ കവിയുടെയും കൃതിയുടെയും പേരുകൾ സഹിതം കോർത്തുവച്ചിട്ടുള്ള ഒരു ബൃഹത്തായ കാവ്യപുഷ്പമാലയാണ് ഈ ഗ്രന്ഥം എന്ന് എടുത്തു പറയട്ടെ. അക്ഷരശ്ലോകവും കാവ്യകേളിയും തമ്മിൽ വൃത്ത താളപരമായും ആവിഷ്കരണ സമ്പ്രദായത്തിലും പ്രകടമായ വ്യത്യാസങ്ങളുണ്ട്. അക്ഷരശ്ലോക മത്സരവേദികളിലും സദസ്സുകളിലും മുക്തക സ്വഭാവമുള്ള ശ്ലോകങ്ങൾ തിരഞ്ഞെടുത്ത് ചൊല്ലുകയാണ് പതിവ്.
അതിനേക്കാൾ ക്ലേശകരമാണ് ദ്രാവിഡ വൃത്തങ്ങളിലുള്ള ആയിരമായിരം കവിതകളുടെ സഞ്ചയത്തിൽ നിന്ന് ആശയസമ്പൂർത്തിയുള്ള 8 വരി കവിതകൾ തിരഞ്ഞെടുത്ത് പഠിക്കുക എന്നത്. അതുകൊണ്ട് തന്നെ വർഷങ്ങളായി താൻ ശേഖരിച്ചു വെച്ചിട്ടുള്ള കാവ്യഖണ്ഡങ്ങളെ ചിട്ടയോടെ കോർത്തിണക്കി ഇത്ര വലിയൊരു കവിതാമാല്യം നിർമ്മിച്ച് അത് സഹൃദയ സമൂഹത്തിനായി സമർപ്പിക്കാൻ തയ്യാറായ സരസമ്മ ടീച്ചറെ എത്ര അഭിനന്ദിച്ചാലും അധികമാവില്ല. ഈ ഗ്രന്ഥം വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല, കവിതയെ സ്നേഹിക്കുന്ന എല്ലാ മലയാളികൾക്കും പ്രയോജനപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം. ഞാൻ ചേച്ചി എന്ന് വിളിക്കുന്നു. സരസമ്മ ടീച്ചറുമായിട്ട് ദീർഘകാലത്തെ പരിചയമുണ്ട്. ടീച്ചറിൻ്റെ കുടുംബവുമായിട്ട് ഏറെക്കാലമായി ദൃഢമായ ഒരു സൗഹൃദ ബന്ധം പുലർത്തുന്നുണ്ട് ഞാൻ. ധാരാളം സദസ്സുകളിൽ കാവ്യകളിയും അക്ഷരസ്വരവും ഒക്കെ ചെല്ലുവാനും സാധിച്ചിട്ടുണ്ട്. കാവ്യകളി എന്നൊരു പുസ്തകം ടീച്ചർ ഇപ്പോൾ എഴുതി പ്രകാശിപ്പിക്കുന്നുണ്ട് എന്നറിയുന്നതിൽ വളരെ സന്തോഷവും അഭിമാനവുമുണ്ട്. ധാരാളം കുട്ടികളെ കവിതാലാപനം പരിശീലിപ്പിച്ച് കൈരയുടെ മാമ്പഴം പരിപാടിയിൽ പങ്കെടുപ്പിക്കുകയും അവരിൽ പലരെയും സമ്മാനാർഹരാക്കിയതും ടീച്ചറിൻ്റെ ആത്മാർത്ഥമായ പരിശ്രമം കൊണ്ടാണ്. കവിതകളെ നെഞ്ചോട് ചേർക്കുന്ന ടീച്ചറിൻ്റെ ആ പാഠവും അങ്ങേയറ്റം ശ്ലാഘനീയമാണ്. ഇപ്പോഴും കുട്ടികളെ അക്ഷരസ്വരവും കാവ്യകളിയും ഒക്കെ പരിശീലിപ്പിക്കുന്നുണ്ട്. മഞ്ഞുമൽ അക്ഷരസ്വര സമിതിയിലെ എല്ലാ അംഗങ്ങളുടെയും പൂർണ്ണമായ സഹകരണം ഞാൻ ടീച്ചർക്ക് വാഗ്ദാനം ചെയ്യുന്നു. കാവ്യകളി എന്ന വിജ്ഞാനപ്രദമായ പരിപാടി കവിതയെ ആസ്വദിക്കുന്നവർക്കെല്ലാം പ്രയോജനകരമായി തീരുന്ന ഈ പുസ്തകം ദേശം സാറിൻ്റെയൊക്കെ ഒരു മാർഗനിർദ്ദേശം എന്നെപ്പോലെയുള്ള പലർക്കും കിട്ടിയിട്ടുണ്ട്. അതൊക്കെ തന്നെയാണ് ഈ രംഗത്ത് കൂടുതൽ പങ്കെടുക്കണമെന്ന് എന്നെപ്പോലെയുള്ളവരെ പ്രേരിപ്പിക്കുന്നത്. ടീച്ചറിൻ്റെ ഈ ഉദ്യമത്തിന് എല്ലാ ഭാവങ്ങളും നേരുന്നു. കാവ്യകളി സംബന്ധിച്ചിരുന്ന ഈ പുസ്തകത്തിനും ടീച്ചറിൻ്റെ കാവ്യസഭയ്ക്കുമൊക്കെ ഹൃദയം നിറഞ്ഞ ആശംസകൾ രേഖപ്പെടുത്തിക്കൊണ്ട് ആയിരക്കണക്കിന് അല്ലെങ്കിൽ അതിൽ കൂടുതൽ വിദ്യാർത്ഥിനികളുടെ സ്നേഹമയ്യായ അധ്യാപികയും അക്ഷരശ്ലോക കാവ്യകളി പഠിതാക്കളായ ആയിരക്കണക്കിന് കുട്ടികളുടെ അമ്മയും ടീച്ചറമ്മയും എന്നെപ്പോലുള്ള പലരുടെയും വാത്സല്യനിധിയായ ചേച്ചിയായും വിരാജിക്കുന്ന എടപ്പള്ളി സാകേതത്തിലെ സരസമ്മ ചേച്ചിക്കും കേശവേട്ടനും പ്രത്യേക പാദ നമസ്കാരം. ചെറുപ്പം മുതലേ ശീലിച്ചു വന്ന കവിതാപ്രേമം ഔദ്യോഗിക ജീവിതത്തിലും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുവാനും അവരെ കൊണ്ട് മത്സരങ്ങളിൽ പങ്കെടുപ്പിക്കുവാനും ഒക്കെ ചേച്ചിക്ക് സാധിച്ചു എന്നുള്ളത് ചേച്ചിയുടെ ജീവിതത്തിലെ വലിയ വിജയമായി നമുക്ക് കാണാൻ സാധിക്കും. ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിച്ചപ്പോൾ ചേച്ചിക്ക് ആ കവിതാപ്രേമം സാഹിത്യ ലോകത്ത് വിഹരിക്കാനൊരു തുണയായി. പലപ്പോഴായി തൻ്റെ ഡയറിയിൽ കുറിച്ചിട്ട കവിതാശകലങ്ങൾ സ്വരൂപിച്ച് ഇപ്പോൾ ഒരു കാവ്യകേളി പുസ്തകമായി രൂപാന്തരപ്പെട്ടത് ഇനി വരുന്ന തലമുറയ്ക്കും കൂടി വളരെ ഉപകാരപ്രദമായി തീർന്നിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ ചേച്ചിയുടെ ഫേസ്ബുക്ക് പേജുകളിൽ പലപ്പോഴായി വന്നിരിക്കുന്ന നർമ്മം കലർന്ന ചെറുലേഖനങ്ങൾ സ്വരൂപിച്ച് ഒരു പുസ്തകമായിട്ട് പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ അതും ഇനി വരുന്നവർക്ക് അത് ആസ്വദിക്കാൻ സാധിക്കും. വളരെ രസകരമായിട്ടുള്ള ആ പുസ്തകങ്ങൾ എല്ലാം ലേഖനങ്ങൾ നമുക്ക് വളരെ പ്രയോജനപ്പെടുമെന്നാണ് ഞങ്ങളുടെയൊക്കെ അഭിപ്രായം. ഏതാണ്ട് 27 വർഷം മുൻപ് മുതലുള്ള സുദൃഢമായ സഹോദര ബന്ധമാണ് എനിക്ക് ചേച്ചിയുമായുള്ളത്. എൻ്റെ മക്കൾക്കും ഏറെ പ്രിയങ്കരിയായ ഈ സരസമ്മ ചേച്ചിയുടെ കാവ്യകളി പുസ്തക പ്രകാശനത്തിൽ പങ്കെടുക്കാൻ സാധിക്കുന്നത് ഒരു മഹാഭാഗ്യമായും അഭിമാനമായും ഞാൻ കാണുന്നു. ആലുവ മുപ്പത്തടം ദക്ഷിണ കൈലാസം അക്ഷരശ്ലോക സമിതിയുടെ ഒരു പ്രതിനിധിയായും കൂടിയാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത്. ദക്ഷിണ കൈലാസത്തിൻ്റെ ഓൺലൈൻ വാട്സപ്പ് കൂട്ടായ്മയിലെ ഏതാണ്ട് 218 അംഗങ്ങളുടെയും അഭിനന്ദനങ്ങളും ആശംസകളും ഈ അവസരത്തിൽ ഞാൻ ചേച്ചിക്ക് അർപ്പിക്കുന്നു. ദക്ഷിണ കൈലാസാധിപതിയായ ശ്രീ ചന്ദ്രശേഖരപുരത്തപ്പൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ടീച്ചറമ്മയ്ക്കും കുടുംബാംഗങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്
എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഈ പുസ്തകം ധന്യമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. നമസ്കാരം. എൻ്റെ പേര് സുധീർ. സരസമ്മ ടീച്ചറുടെ സഹായിയായി വാട്സാപ്പ് കളരിയിൽ അക്ഷരശ്ലോകം പഠിപ്പിക്കുന്നയാളാണ്. മിണ്ടിത്തുടങ്ങാൻ ശ്രമിക്കുന്ന പിഞ്ചിളം ചുണ്ടിന്മേൽ അമ്മിഞ്ഞപ്പാലോടൊപ്പം കാവ്യമധുരവും ഇറ്റിച്ചു നൽകുന്ന സാകേതത്തിലിരിക്കും അമ്മ എന്ന് ഞങ്ങൾ വിളിക്കുന്ന സരസമ്മ ടീച്ചർ സമാഹരിച്ച കാവ്യകേളി പദ്യഖണ്ഡങ്ങൾ ഉൾക്കൊള്ളിച്ച പുസ്തകം പ്രസിദ്ധീകരിക്കുന്ന ഈ ധന്യമുഹൂർത്തത്തിൽ എല്ലാ മംഗളാശംസകളും നേരുന്നു. ടീച്ചറെ പരിചയപ്പെടുന്നത് വളരെ വർഷങ്ങൾക്ക് മുൻപ് ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ വെച്ചാണ്. 4-5 വർഷമായി കാവ്യാലാപന സംഘം വാട്സാപ്പ് കൂട്ടായ്മയുമായി ബന്ധപ്പെട്ട് കൂടുതലെടുത്തു. കാവ്യകേളി, ശ്ലോകം എന്നിവ പഠിപ്പിക്കുന്ന കളരിയിൽ ടീച്ചറുടെ സഹായിയായി കൂടി. ടീച്ചറുടെ ഒരു പ്രത്യേകത കവിത പഠിപ്പിക്കുന്നതിലെ കൈപുണ്യമാണ്. ഓരോ കുട്ടിയുടെയും കഴിവും ഗുണങ്ങളും കണ്ടെത്തി അവർക്ക് യോജിച്ച കവിത തിരഞ്ഞെടുക്കുന്നതിൽ ഇത്ര പ്രാഗൽഭ്യമുള്ള മറ്റൊരാളില്ല. എൻ്റെ മകനെ ടീച്ചർ പഠിപ്പിച്ച് സംസ്ഥാനതല വേദികളിൽ സമ്മാനിതനാക്കിയത് ഈ കഴിവിൻ്റെ ഉത്തമ ഉദാഹരണമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ പുസ്തകത്തിൻ്റെ പ്രകാശന വേളയിൽ ഇതിനുവേണ്ടി പ്രവർത്തിച്ച ഡോക്ടർ സജി അടക്കമുള്ള എല്ലാവർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമസ്തേ. സരസമ്മ ടീച്ചറുടെ കാവ്യകേളി ഗ്രന്ഥത്തിൻ്റെ പ്രകാശന കർമ്മത്തിൽ പങ്കെടുക്കുന്ന അതീവ സന്തോഷമുണ്ട്. ടീച്ചറുടെ മൂത്ത മകൻ പ്രവീൺ അക്ഷരശ്ലോകം പഠിച്ചു തുടങ്ങിയ കാലം മുതൽ ടീച്ചറെ അറിയാം, ടീച്ചറുടെ കുടുംബത്തെ അറിയാം. ആ ഒരു കുടുംബം പോലെ ആ സഹോദര സ്നേഹം ഇപ്പോഴുമുണ്ട്. എൻ്റെ ഒരു മൂത്ത സഹോദരി എന്ന അതേ സ്ഥാനത്താണ് ടീച്ചർ എനിക്കിപ്പോൾ. ഒരുപക്ഷെ റിട്ടയർ ചെയ്ത അധ്യാപകരിൽ ഇപ്പോഴും അതേ മനസ്സോടുകൂടി അന്ന് പഠിപ്പിച്ചിരുന്ന കാലത്തെ അതേ ഊർജ്ജസ്വലതയോടുകൂടി കുട്ടികളെ പഠിപ്പിക്കുന്ന, അക്ഷരശ്ലോകവും കാവ്യകേളിയും പഠിപ്പിക്കുന്ന അധ്യാപകർ സരസമ്മ ടീച്ചറെ പോലെ മറ്റൊരാളുണ്ടോ എന്ന് സംശയമുണ്ട്. ഇത്ര മനോഹരമായ ഈ കല അത് ചൊല്ലാനും കുട്ടികളെ പഠിപ്പിക്കാനും ഇപ്പോഴും മനസ്സ് കാണിക്കുന്ന ടീച്ചർക്ക് എൻ്റെ പ്രണാമം. ഈ കാവ്യകേളി ആസ്വാദകരിലേക്ക്, കുട്ടികളിലേക്ക് മാത്രമല്ല മുതിർന്നവരിലേക്കും എത്തിക്കുന്നതിന് ആനുകാലികമായ കൃതികളിൽ നിന്ന്, അനേകം വാട്സപ്പ് ഗ്രൂപ്പുകളിലുള്ള സുഹൃത്തുക്കളുടെ കൃതികളിൽ നിന്നും, പ്രത്യേകിച്ച് എൻ്റെ സുഹൃത്ത് ശ്രീ മോഹനൻ മൂലയിൽ അദ്ദേഹത്തിൻ്റെ കവിതകളിൽ നിന്നൊക്കെ ധാരാളം കൃതികളെടുത്ത്, പുതിയ പുതിയ കൃതികളെടുത്ത് കുട്ടികളെ പഠിപ്പിക്കുക, അവർക്ക് വേണ്ടിയിട്ട് മാർഗനിർദ്ദേശം നൽകുന്നതിന് ഇത്തരമൊരു ഗ്രന്ഥം ഏറ്റവും കൂടുതൽ സഹായിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഈ ഗ്രന്ഥത്തിനും ഇതിൻ്റെ പ്രകാശകർമ്മത്തിനും എല്ലാം എൻ്റെ എല്ലാവിധ ഭാവുകങ്ങളും നേരുകയാണ്. ടീച്ചർക്ക് ഇനിയും ധാരാളം ഇത്തരം കുട്ടികളെ പഠിപ്പിക്കാനുള്ള ഗ്രന്ഥങ്ങളും അതിന് പഠിപ്പിക്കാനുള്ള ആരോഗ്യവും എല്ലാം ജഗദീശ്വരൻ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. മലയാള കവിതയെ സ്നേഹിക്കുന്നവർക്കും കാവ്യ പരിശീലനത്തിൽ ഏർപ്പെടുന്ന പുതുതലമുറയ്ക്കും വേണ്ടി സരസമ്മ ടീച്ചർ ചെയ്തു വരുന്ന ഭാഷാ പ്രയത്നം ഏവർക്കും അറിവുള്ളതാണല്ലോ. ഇപ്പോഴിതാ കാവ്യകേളി പരിശീലനത്തിനായി കാവ്യകേളി എന്ന പേരിൽ ടീച്ചർ ഒരു പുതിയ പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നു. മുൻപ് മലയാളത്തിൽ 2 പുസ്തകങ്ങൾ കാവ്യകേളിക്കായി ഇറങ്ങിയിട്ടുണ്ട്. ഈ പുസ്തകത്തിലാകട്ടെ മുൻപിറങ്ങിയ പുസ്തകങ്ങളിലുള്ള കവിതാഭാഗങ്ങൾ പരമാവധി ഒഴിവാക്കിയാണ് ഈ പുസ്തകം ടീച്ചർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. തീർച്ചയായും കേരളീയ സഹൃദയ സമൂഹം ഈ പുസ്തകം സസന്തോഷം സ്വീകരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആ ശുഭപ്രതീക്ഷയോടെ ടീച്ചറിന് എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നേർന്നുകൊള്ളുന്നു. വാരിധി തന്നിൽ തിരമാലകളെന്ന പോലെ ഭാരതീ പദാവലി തോന്നേണം കാലേ കാലേ. എല്ലാവർക്കും നമസ്കാരം. സരസയായ അമ്മയായി, ടീച്ചറായി മലയാള കവിതയെ കുഞ്ഞുങ്ങളിലേക്ക് എത്തിക്കാൻ, പഠിതാക്കളിലേക്ക് എത്തിക്കാൻ പാലം പണിയുന്ന സരസമ്മ ടീച്ചറിന് പാലായിലെ
കൈരളി ശ്ലോകരംഗത്തിൻ്റെ അഭിനന്ദനങ്ങളും ആശംസകളും. കവിത എന്താണെന്ന് മനസ്സിലാക്കുകയും ആ കവിതയെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് വളരെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ കവിതാഭാഗങ്ങൾ ഉൾപ്പെടുത്തി ഇന്നുവരെ ഇറങ്ങിയിരിക്കുന്ന കാവ്യകേളി പുസ്തകങ്ങളിൽ ഏറ്റവും പ്രഗത്ഭമാകും എന്ന് ഞാൻ വിചാരിക്കുന്ന ആ പുസ്തകം അവിടെ പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞ ആ പുസ്തകത്തിന് എല്ലാവിധ ആശംസകളും നന്മകളും നേരുന്നു. അതോടൊപ്പം തന്നെ അത് കുട്ടികളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ടെന്ന വിവരവും ഈ തരുണത്തിൽ ടീച്ചറിനെ അറിയിക്കുന്നതിൽ ഏറെ സന്തോഷമുണ്ട്. എല്ലാവിധ അനുഗ്രഹങ്ങളും ഞങ്ങളുടെ ഗുരുനാഥൻ വിശ്വനാഥൻ നായർ സാറിനും അതുപോലെ തന്നെ ടീച്ചറിൻ്റെ വലിയമ്മാവൻ ദാമോദരൻ മാസ്റ്റർ കൈരളി ശ്ലോകരംഗത്തിലെ കുട്ടികളെ കാവ്യകേളിയിലേക്ക് കൈപിടിച്ചുയർത്താൻ ഏറെ സഹായിച്ചിട്ടുണ്ട്. പിൻഗാമിയായി ടീച്ചർ എത്തി ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചതിൽ എനിക്കേറെ ചാരിതാർത്ഥ്യമുണ്ട്. എല്ലാവിധ പ്രാർത്ഥനകളും ടീച്ചറിൻ്റെ പുസ്തകത്തിന് നൽകിക്കൊണ്ട് ജയചന്ദ്രൻ കൊലത്ത് പാലയിൽ കൈരളി ശ്ലോകരംഗത്തിൽ നിന്ന്. കവികൾക്കും കാവ്യാസ്വാദകരായ സഹൃദയർക്കും നമസ്കാരം. വളരെ ശ്രേഷ്ഠമായ ഒരു കർമ്മത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. മഹാകവി വൈലോപ്പിള്ളി ഉപജ്ഞാതാവായ കാവ്യകേളി പ്രസ്ഥാനത്തിൻ്റെ വർത്തമാനകാലത്തെ മുഖമാണ് ശ്രീമതി സരസമ്മ ടീച്ചർ. കുട്ടികളെ കവിത ചൊല്ലി പഠിപ്പിക്കുക എന്ന ദശാബ്ദങ്ങൾ നീണ്ടുനിന്ന തൻ്റെ യജ്ഞത്തിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിലാണ് ടീച്ചർ എത്തി നിൽക്കുന്നത്. കാവ്യകേളി അഭ്യസിപ്പിക്കുന്നവരും അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്ന് ആശയപൂർണതയുള്ള 8 വരി കവിതാഖണ്ഡങ്ങൾ കണ്ടെത്തുക എന്നതാണ്. സരസമ്മ ടീച്ചറുടെ പുതിയ പുസ്തകമായ കാവ്യകേളിയിലൂടെ ഈ പ്രശ്നം പരിഹരിക്കപ്പെടുകയാണ്. ആശയപൂർണതയുള്ള കവിതാഖണ്ഡങ്ങളുടെ അഷ്ടപദികളെ അക്ഷരക്രമത്തിൽ അടുക്കി വെച്ച് നൽകുകയാണ് ഈ പുസ്തകത്തിലൂടെ അവർ ചെയ്തിരിക്കുന്നത്. കാവ്യകേളി അഭ്യസിക്കുന്നവർക്കും കാവ്യസംസ്കാരത്തെ ഇഷ്ടപ്പെടുന്നവർക്കും മലയാള ഭാഷയെ നെഞ്ചിലേറ്റി നടക്കുന്നവർക്കും വളരെ പ്രയോജനപ്രദമായ ഒരു സംരംഭമാണ് ഇത് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഈ യത്നത്തിന് ടീച്ചർക്കും ടീച്ചറോടൊപ്പം നിന്ന മറ്റെല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിക്കുന്നു. ഇത് നമ്മുടെ കാവ്യസംസ്കാരത്തെ തിരിച്ചു പിടിക്കാൻ, മലയാള ഭാഷയോടുള്ള അഭിനിവേശം വർദ്ധിപ്പിക്കുവാൻ പുതിയ തലമുറയെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും എൻ്റെ സവിനയ നമസ്കാരം. നമസ്കാരം. സരസമ്മ ടീച്ചറിൻ്റെ 100 കണക്കിന് വരുന്ന ശിഷ്യരുടെ പ്രതിനിധിയായിട്ടാണ് ഞാനിന്നിവിടെ നിൽക്കുന്നത്. ഒരുപാട് സന്തോഷവും അതിലേറെ അഭിമാനവും ഒക്കെയുള്ള ഒരു സമയമാണിത്. അതിന് കാരണം മറ്റൊന്നുമല്ല, കാവ്യകേളി പരിശീലനത്തിനായി ടീച്ചർ ഒരു പുസ്തകം ഒരുക്കുന്നു. ആ പുസ്തകം അതിൻ്റെ പ്രകാശന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. കവിതയെ സ്നേഹിക്കുന്നവർക്ക്, കവിത പഠിക്കുന്നവർക്ക് ഇതിലും വലിയ ഒരു അനുഗ്രഹം കിട്ടാനില്ല. 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊടുപുഴ അക്ഷരശ്ലോക സമിതിയിൽ വല്യമ്മാവൻ്റെ കീഴിൽ ശ്ലോകവും കാവ്യകേളിയുമൊക്കെ പഠിക്കാനായിട്ട് ഞാൻ ചേരുന്ന ആ സമയം മുതൽ ഞാൻ സരസമ്മ ടീച്ചറിൻ്റെയും ശിഷ്യയാണ്. കാവ്യാലാപന പരിശീലനത്തിൽ ടീച്ചർ പിന്തുടരുന്ന ഒരു ശൈലിയുണ്ട്. അത് ഒരുപാട് പ്രയോജനം ചെയ്യുന്നതുമാണ്. വെറുതെ ഒരു കവിത അതിൻ്റെ ഈണത്തിൽ ചൊല്ലി അവസാനിപ്പിക്കാതെ ഓരോ കാവ്യഖണ്ഡത്തിൻ്റെയും പ്രത്യേകതകൾ അറിഞ്ഞ് അതിലെ ഓരോ വാക്കിൻ്റെയും പ്രത്യേകത മനസ്സിലാക്കി തന്ന് പഠിപ്പിക്കുന്ന ഒരു രീതിയാണ് ടീച്ചറിൻ്റേത്. സംസ്ഥാന സ്കൂൾ യുവജനോത്സവങ്ങളിൽ പങ്കെടുത്ത സമയത്തും കൈരളി TV-യിലെ മാമ്പഴം റിയാലിറ്റി ഷോയിൽ പങ്കെടുത്ത സമയത്തുമൊക്കെ ടീച്ചറിൻ്റെ ഈ നിർദ്ദേശങ്ങളാണ് എനിക്ക് ഏറ്റവും വലിയ കരുത്തായതും ഏറ്റവും വലിയ അനുഗ്രഹമായതും. ടീച്ചർ പറയുന്ന രീതിയിൽ നമ്മൾ കവിതയെ സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ നിന്ന് അതൊരിക്കലും പോകില്ല എന്ന് മാത്രമല്ല,
കേൾക്കുന്നവരിലേക്ക് കൂടെ അത് കൃത്യമായി എത്തിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. കവിത എന്നാൽ അത് ടീച്ചറിൻ്റെ ജീവൻ തന്നെയാണ്. കവിതയ്ക്ക് വേണ്ടി എത്ര സമയം ഇരിക്കാനും ടീച്ചറിന് യാതൊരു മടിയുമില്ല. അത്തരത്തിലുള്ള ഒരു അർപ്പണ മനോഭാവത്തിൻ്റെ ഫലമാണ് ഇപ്പോൾ നമ്മുടെ കൈകളിലേക്ക് എത്തുന്ന ഈ പുസ്തകം. വരും തലമുറയിൽപ്പെട്ട കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒക്കെ കവിതയെ സ്നേഹിക്കുന്നവർക്ക് ധാരാളം കാവ്യഖണ്ഡങ്ങൾ പഠിക്കുവാനായിട്ട് സാധിക്കും ഈ പുസ്തകത്തിലൂടെ. ഇത്തരത്തിലുള്ള ഒരു പുസ്തകം കൊണ്ട് നമ്മുടെ കുട്ടികൾ നമ്മുടെ ഭാഷയെ അറിഞ്ഞും നമ്മുടെ അപാരമായ കാവ്യസമ്പത്തിനെ മനസ്സിലാക്കിയും മുന്നോട്ട് വരുമെന്ന് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ഈ പുസ്തകം എല്ലാവർക്കും ഒരു അനുഗ്രഹമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഞാൻ സരസമ്മ ടീച്ചറിൻ്റെ ശിഷ്യയാണ്. പാലക്കുഴ ഗവൺമെൻറ് മോഡൽ ഹൈസ്കൂളിൽ എന്നെ പഠിപ്പിച്ച ടീച്ചറാണ്. എൻ്റെ മലയാളം അധ്യാപികയായിരുന്നു. ഇപ്പോൾ ഞാൻ വാളകം മാർ സ്റ്റീഫൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പ്രിൻസിപ്പലാണ്. എൻ്റെ ടീച്ചറിൻ്റെ ഒരു പുസ്തകം പ്രകാശനം ചെയ്യുന്നതെന്ന് അറിഞ്ഞപ്പോൾ വളരെ സന്തോഷം തോന്നി. ഇനിയും നിരവധി പുസ്തകങ്ങൾ ടീച്ചറിന് പ്രകാശനം തയ്യാറാക്കാൻ കഴിയട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുകയാണ് ഞാൻ. എല്ലാവിധ ആശംസകളും. നമസ്കാരം. എൻ്റെ അമ്മയും ടീച്ചറും ഗുരുനാഥയുമായ സരസമ്മ ടീച്ചറിൻ്റെ ഈ പുതിയ കാവ്യ സംരംഭത്തിന് എൻ്റെ എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ഒരു കാവ്യാസ്വാദനത്തിനപ്പുറത്തായി അക്ഷരശ്ലോകത്തെയും കവിതകളെയും ഒരു മത്സരത്തിൻ്റെ പരിവേഷത്തിൽ അമ്മ കണ്ടു തുടങ്ങിയത് എൻ്റെ സ്കൂൾ യുവജനോത്സവ കാലഘട്ടത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ. സംസ്ഥാന സ്കൂൾ മത്സരവേദിയിലെ വേറിട്ട് നിൽക്കുന്ന ഓർമ്മകളിലൊന്നാണ് അമ്മ എനിക്കായി തയ്യാറാക്കിയിരുന്ന ശ്ലോകങ്ങളുടെ അക്ഷരം തിരിച്ചുള്ള ഒരു ലിസ്റ്റ്. ഒറ്റ നോട്ടത്തിൽ വെറുമൊരു ലിസ്റ്റ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചേക്കാമെങ്കിലും അതിൻ്റെ പിറകിലുള്ള അമ്മയുടെ തയ്യാറെടുപ്പുകൾ ചതുരംഗപ്പലകയുടെ പിറകിലുള്ള ഒരു ഗ്രാൻഡ് മാസ്റ്ററിനെ വെല്ലുന്നതാണെന്ന് എനിക്ക് സാക്ഷ്യപ്പെടുത്താനാവും. വെറുതെ മനസ്സിൽ തോന്നുന്ന ഏതെങ്കിലും ശ്ലോകമല്ല, മറിച്ച് തനിക്ക് മുൻപുള്ളയാൾ അവതരിപ്പിച്ച ശ്ലോകത്തിൻ്റെ ഭാവവും വൃത്തവും ഈവൻ അതെഴുതിയ കവിയെപ്പോലും മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ശ്ലോകം അവതരിപ്പിക്കേണ്ടതിൻ്റെ പ്രാധാന്യം അമ്മ പറഞ്ഞു തന്നിരുന്നു. പേടിച്ചോടേണ്ട നിൽപ്പിൻ ചപല കവികളെ എന്ന് തുടങ്ങുന്ന മേഘനാഥൻ്റെ യുദ്ധ പുറപ്പാടും അതിന് കീഴ്ക്കൈയായിരുന്ന സ്തംഭേ ഘട്ടയതോ ഹിരണ്യകശിപോ എന്ന് ചൊല്ലി നരസിംഹമൂർത്തിയെ അവതരിപ്പിച്ചാൽ കേൾവിക്കാർക്ക് ഏത് പ്രഗത്ഭനായ ഒരു സംവിധായകൻ നിർമ്മിച്ച ഒരു ചലച്ചിത്രത്തെക്കാൾ മനോഹരമായോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഹൃദ്യമായോ ഒരു ചിത്രം മനസ്സിൽ തെളിയിക്കാനാകുമെന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അമ്മയുടെ ഈ ഉദ്യമം എന്നെ ഓർമ്മിപ്പിക്കുന്നത് ആ ഒരു ലിസ്റ്റാണ്. മത്സരങ്ങൾക്കായാലും വെറുതെ ആസ്വാദനത്തിനായാലും ഇങ്ങനെയുള്ള ഒരു പ്ലേ ബുക്ക് അന്ന് ഞങ്ങൾക്കുണ്ടായിരുന്നില്ല എന്നതൊരു കുറവ് തന്നെയായിരുന്നു. പക്ഷേ പുതിയ തലമുറയ്ക്ക് ഇത് ഒരു മുതൽക്കൂട്ടാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഈ ഉദ്യമത്തിൽ അമ്മയെ സഹായിച്ച എല്ലാവർക്കും അകമഴിഞ്ഞ് നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. എല്ലാവരുടെയും സരസമ്മ ടീച്ചർ എൻ്റെ പേരമ്മയാണ്, ഒപ്പം എൻ്റെ ഗുരുനാഥയും. എന്നെ ഒരു 4-ാം വയസ്സ് മുതൽ പേരമ്മ കവിതകൾ പഠിപ്പിക്കുന്നുണ്ട്. കുറച്ചുകൂടി വലുതായപ്പോൾ മുതൽ കാവ്യകളിയും അക്ഷരശ്ലോകവും എല്ലാം പഠിപ്പിച്ചിരുന്നു. എന്നെ മാത്രമല്ല, ഞങ്ങളുടെ തലമുറയിലെ ഒരുമാതിരി എല്ലാ കുട്ടികളെയും പേരമ്മ അക്ഷരശ്ലോകം, കാവ്യകേളി, കവിതകൾ എന്നിവ പഠിപ്പിച്ചിരുന്നു. അപ്പോൾ ശരിക്കും പല വേദികളിലും എനിക്ക് കവിതകൾ ചൊല്ലാനും അക്ഷരശ്ലോകങ്ങളിൽ പങ്കെടുക്കാനും സമ്മാനങ്ങൾ മേടിക്കാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. അതിനെല്ലാം പ്രധാന കാരണം പേരമ്മ തന്നെയാണ്. ഇപ്പോൾ എന്നെ മാത്രമല്ല, എൻ്റെ മകനെയും പേരമ്മ കവിതകൾ പഠിപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിന് അഭിമാനമായി കവിതാരാമം എന്ന യൂട്യൂബ് ചാനലിന് ശേഷം ഒരു പുതിയ സംരംഭവുമായി പേരമ്മ എത്തിയിരിക്കുകയാണ്. കാവ്യകേളി എന്ന പുസ്തകമാണിത്. വരും തലമുറയ്ക്ക് എന്തുകൊണ്ടും ഇതൊരു മുതൽക്കൂട്ടാണ്. ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് ശരിക്കും ഇതുപോലെ ഒരു പുസ്തകം ഉണ്ടായിരുന്നെങ്കിൽ പേരമ്മയ്ക്ക് എത്രയോ എളുപ്പമായിരുന്നേനെ ഞങ്ങളെയൊക്കെ പഠിപ്പിക്കാൻ എന്ന് ശരിക്കും തോന്നിപ്പോകുന്നുണ്ട്. എന്തായാലും പേരമ്മയുടെ ഈ പുതിയ സംരംഭം ഒരു വലിയ വിജയമാവട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവിധ പ്രാർത്ഥനകളോടും കൂടി. നമസ്കാരം. പേരമ്മയുടെ പുതിയ പുസ്തകത്തിന്റെ പ്രകാശനത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും.
കുട്ടികൾക്കും വരും തലമുറയ്ക്കും തീർച്ചയായും ഈ പുസ്തകം വളരെ ഉപയോഗപ്രദമായിരിക്കും. ഞങ്ങൾക്ക് എല്ലാവർക്കും അഭിമാനിക്കാൻ പേരമ്മയുടെ മറ്റൊരു നേട്ടം കൂടിയാണിത്. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരുടെയും പ്രശംസാ വചനങ്ങളെല്ലാം കേട്ട് എൻ്റെ മനസ്സാകെ നിറഞ്ഞിരിക്കുകയാണ്. ഇത്രമാത്രം സ്നേഹവും സഹകരണവും ശ്രദ്ധയുമെല്ലാം ചുറ്റുമുള്ളപ്പോൾ ഏത് കാര്യമാണ് നിഷ്പ്രയാസം ചെയ്യാൻ സാധിക്കാത്തതെന്ന് ഞാൻ ആലോചിച്ച് പോവുകയാണ്. ഇങ്ങനെയൊരു പുസ്തകത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചത് ഈ ലോക്ക്ഡൗൺ തുടങ്ങിയതിന് ശേഷമാണ്. ഇവിടെ നേരത്തെ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ 1979 കാവ്യകേളി ആരംഭിക്കുന്ന കാലം മുതൽ തന്നെ ഞാൻ ഈ കാവ്യഖണ്ഡങ്ങൾ ഡയറികളിൽ പകർത്തി തുടങ്ങി എന്നുള്ളത് ശരി തന്നെ. പക്ഷേ അതൊരു പുസ്തകമാക്കാൻ പറ്റുമെന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ടേയില്ല. ഈ കളരിയിലെ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് ഫോണിൽ എഴുതുമ്പോൾ ധാരാളം തെറ്റുകൾ എപ്പോഴും വരും. വളരെ സമയം അതിനു വേണ്ടിയിട്ട് ചിലവഴിക്കേണ്ടി വരുന്നു. അപ്പോഴാണ് ഇത് പുസ്തകമാക്കിയാൽ എന്താണ് എന്നുള്ളൊരു തോന്നൽ വന്നത്. ഇക്കാര്യം പലരോടും പറഞ്ഞെങ്കിലും ഡോക്ടർ സജിയോട് പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു ആശയം അദ്ദേഹം മുന്നോട്ട് വച്ചത്. എല്ലാ സഹകരണവും വാഗ്ദാനം ചെയ്തു. ഒരു മകനെ പോലെ, ഒരു സുഹൃത്തിനെ പോലെ, അല്ലെങ്കിൽ ഒരു ശിഷ്യനെ പോലെ ആദ്യം മുതൽ അവസാനം ഈ കോഴിക്കോട് ഒരു പ്രസ്സിലാണ് അച്ചടിച്ചത്. അവിടെ നിന്ന് ഈ പുസ്തകക്കെട്ട് ലോറിയിൽ കയറ്റി അയക്കുന്നത് വരെ സജി കൂടെ നിന്നു എന്നുള്ളത് ഞാൻ വളരെയധികം നന്ദിയോടെ പറയുകയാണ്. അതിനുശേഷം ഈ ഇങ്ങനെ ഒരു പ്രകാശനം എന്നുള്ള ഒരു ചിന്തയൊന്നും എൻ്റെ ഉള്ളിലില്ല. പുസ്തകം എത്രയും വേഗം കുട്ടികളുടെ കയ്യിലെത്തണം, കളരി എത്രയും വേഗം തുടങ്ങണം. ഇപ്പോൾ കളരിയൊന്നും മുടങ്ങിക്കിടക്കുകയാണ്, അതെത്ര വേഗം തുടങ്ങണം. വിദ്യാരംഭത്തിൻ്റെ കാലത്തെങ്കിലും പുതിയതായിട്ട് കളരി അങ്ങോട്ട് തുടങ്ങണം എന്നുള്ള ഒരു ചിന്തയാണുള്ളത്. പക്ഷേ പല കോണിൽ നിന്നും ഇതിനൊരു പ്രകാശനം വേണ്ട ടീച്ചറെ, ഇപ്പോൾ എല്ലാ കൂട്ടം ഓൺലൈനല്ലേ എന്നെല്ലാം ചോദിച്ചു. അതിൻ്റെ ആവശ്യമുണ്ടോ, അത്ര വലിയ ഇതുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ടീച്ചറെ ഓൺലൈനിൽ നടക്കുന്നത്, അതുപോലെയല്ലേ, ഇത് നല്ല കാര്യമല്ലേ എന്നിങ്ങനെ വളരെ എന്നോട് താല്പര്യമുള്ള പല ആരുടെയും ഭാഗത്തു നിന്ന് നിർദ്ദേശങ്ങൾ വന്നപ്പോൾ ഞാനും അതങ്ങ് സമ്മതിക്കുകയാണ് ചെയ്തത്. അപ്പോൾ പിന്നെ ഇപ്പോൾ ഈ ആശംസ സന്ദേശങ്ങൾ അറിയിച്ച എല്ലാവരും പലരും സ്വമേധയാ മുന്നോട്ട് വന്നു. ചിലരെല്ലാം ഞാൻ ആവശ്യപ്പെട്ട് തന്നെ എനിക്ക് ആശംസകൾ അറിയിച്ചു. ഏറ്റവും ആദ്യം എനിക്ക് ആശംസ അറിയിച്ച് എന്നെ അനുഗ്രഹിച്ചത് ദേശം സാറ് തന്നെയാണ്. അദ്ദേഹം ഓഡിയോ ആയിട്ടാണ് അയച്ചു തന്നതെങ്കിൽ പോലും വളരെ എൻ്റെ മനസ്സ് ഉള്ളറിഞ്ഞതുപോലെയുള്ള ഒരു സന്ദേശം എല്ലാവരുടെയും അതുപോലെ തന്നെയാണ്. എല്ലാ ആളുകളും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം വളരെ ശരിയാണ്. ആരും മുഖസ്തുതിയാണ് പറഞ്ഞതെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. എല്ലാവരും പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ ഒരു കാര്യം, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യുന്നത് എൻ്റെ മനസ്സിൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് മാത്രമാണ്. അല്ലാതെ മറ്റൊരു കാര്യവും ഉദ്ദേശിച്ചിട്ട് മാത്രമല്ല. എനിക്കിങ്ങനെയേ പറ്റുള്ളൂ, പണ്ട് മുതലേ എനിക്കിങ്ങനെയേ പറ്റുള്ളൂ. ഇനിയും പറ്റുന്നിടത്തോളം, ആരോഗ്യമുള്ളിടത്തോളം കാലം ഇങ്ങനെ മാത്രമേ പറ്റുള്ളൂ. അതിനുള്ള എല്ലാ സപ്പോർട്ടും എൻ്റെ വീട്ടിൽ നിന്നും എൻ്റെ കുടുംബാംഗങ്ങളിൽ നിന്നും നിങ്ങളിൽ നിന്നും എല്ലാം കിട്ടുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഇത് നല്ല കാര്യമാണെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ സാധിക്കുന്നത്. അതിന് നിങ്ങളോടെല്ലാം ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ഇതിൽ ആശംസാ സന്ദേശങ്ങൾ പറഞ്ഞ എല്ലാ ആളുകളോടും അവരെ അതിൻ്റെ ഓരോരുത്തർക്കും എന്നോടുള്ള ബന്ധം എത്രമാത്രമാണെന്ന് ഞാനിപ്പോൾ കൂടുതൽ മനസ്സിലാക്കുന്നു. എനിക്കറിയാമെങ്കിൽ പോലും ഓരോരുത്തരും പറയുന്നത് കേൾക്കുമ്പോഴാണ് എനിക്ക് അവർക്കെല്ലാം എന്നോട് എന്തുമാത്രം എന്നെ എത്ര നന്നായി അവർ മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് അറിയുന്നത് അപ്പോഴാണ്. ഈ ഓരോരുത്തരോടും അതിനുള്ള മറുപടി പറയാനാണെങ്കിൽ ഓരോ മണിക്കൂർ വീതം പറയാനുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് എല്ലാം ഞാൻ ചുരുക്കുകയാണ്. എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിച്ചത് പിന്നെ മഹാകവികൾ നല്ല നല്ല കവിതകൾ എഴുതി വെച്ചതുകൊണ്ടാണല്ലോ അതെല്ലാം പകർത്താൻ പറ്റിയത്. അല്ലാണ്ട് അതിൽ ഒരു വരി പോലും ഞാൻ എഴുതിയതല്ല. ഒരു വരി പോലും എഴുതാൻ എനിക്കറിയത്തില്ല. ഈ ജന്മത്തിൽ കവികൾ എഴുതിയത് പാടിക്കോ, ചൊല്ലിക്കോളുക, മറ്റുള്ളവരെ ചൊല്ലിച്ചോളുക എന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഞാനത് തന്നെ, അതാണ് എൻ്റെ നിയോഗം. അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് കുട്ടികൾക്ക് എനിക്ക് ഏറ്റവും അധികം നന്ദി പറയാനുള്ളത് എൻ്റെ കുട്ടികളോടാണ്, കളരിയിലെ കുട്ടികളോടാണ്. ഇത്രമാത്രം താല്പര്യത്തോടു കൂടിയാണ് ഈ കുട്ടികൾ പഠിക്കുന്നതെന്ന് അത് ഈ കളരിയിൽ കുറേ കേൾവിക്കാരായിട്ടിരിക്കുന്ന രക്ഷകർത്താക്കൾക്ക് ശരിക്കറിയാം. രക്ഷകർത്താക്കളായിട്ടും അല്ലാതെയുള്ളവരുമുണ്ട്. അവർക്കെല്ലാം മനസ്സിലാവും അത്രമാത്രം താല്പര്യത്തോടു കൂടിയാണ് ഈ കുട്ടികൾ പഠിക്കുന്നത്. പിന്നെ അവരുടെ രക്ഷാകർത്താക്കൾ എന്തെല്ലാം വർണ്ണാഭമായ പരിപാടികൾ പഠിക്കാനായിട്ട് കിടക്കുമ്പോഴും ഈ മലയാള ഭാഷയിലെ കവിതകൾ പഠിക്കാനായിട്ട് ഈ കുട്ടികളെ നിർബന്ധിക്കുന്ന ആ രക്ഷാകർത്താക്കളോടാണ് എനിക്ക് ഏറെ ബഹുമാനം തോന്നുന്നത്. അവരും പഠിക്കുന്നുണ്ട്, ഇതിൽ പലരും പഠിക്കുന്നുണ്ട്, ഈ കുട്ടികളുടെ ഒപ്പം പഠിക്കുന്നുണ്ട്. ഇവിടെ കേശവൻ സാറ് പറഞ്ഞതുപോലെ ആശംസിച്ച അവസാനം സാകേതം പോലെ എല്ലാ വീടും കവിതാമയമാകട്ടെ എന്നാണ്. അതുതന്നെയാണ് എനിക്ക് പറയാനുള്ളത്.
ഇത് കവിതാമയമായി തീരണം. എല്ലാ വീടുകളും കവിതാമയമായി തീരണം. ഒരു വീട്ടിലെ എല്ലാ ആളുകളും കവിത ചൊല്ലുമ്പോൾ അവരിൽ നിന്ന് പിന്നെയുള്ളവർ പഠിക്കുമ്പോൾ അങ്ങനെ നമ്മുടെ മലയാള ഭാഷ വികസിക്കാനായിട്ട് അല്ലെങ്കിൽ ഒന്നിനൊന്നിന് അഭിവൃദ്ധിപ്പെടാനായിട്ടും എല്ലായിടത്തും കവിതകൾ, മഹാകവികളുടെ കവിതകൾ മുഴങ്ങിക്കേൾക്കാനും എൻ്റെ ഈ സംരംഭത്തിൻ കൊണ്ട് എന്തെങ്കിലും കുറച്ചെങ്കിലും ഒരു ചെറിയ ചലനമെങ്കിലും ഉണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ ഞാൻ കൃതാർത്ഥയായി. ഞാൻ ഏതായാലും എനിക്ക് ആരോഗ്യമുള്ളിടത്തോളം കാലം ഈ പ്രവർത്തനങ്ങൾ തുടരാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതിന് ഇനിയും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടായിരിക്കണം. എനിക്ക് ഓരോരുത്തരോടും നന്ദി പറയാനുണ്ട് എങ്കിൽ പോലും എല്ലാവരോടും ഒറ്റ വാക്കിൽ നന്ദി, നന്ദി, നന്ദി.